പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. 9 കൌൺസിലർമാർ ഇന്ന് രാജിക്കത്ത് നൽകും. പ്രതിഷേധം പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കുന്നതിൽ. പരിഹാരത്തിന് നേതൃത്വത്തിന്റെ തീവ്ര ശ്രമം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഇന്നു മുതൽ. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം. വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി സർക്കാർ. പണിമുടക്കിയാൽ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി. മദ്യവില വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കൂടുന്നത് 10 മുതൽ 50 രൂപ വരെ. വില വർദ്ധിച്ചത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും. ബ്രൂവറി വിവാദത്തിനിടെ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന്. മദ്യ കമ്പനിക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്ത്. സിപിഐ മന്ത്രിമാർ എതിർപ്പറിയിക്കാത്തതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ. മുഖ്യമന്ത്രി ഔദ്യോഗിക പോർട്ടൽ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നുവെന്ന് സംസ്ഥാന ബിജെപി നേതൃത്വം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ്. കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി ചുമത്തി. നടപടി അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾക്ക് കൊളംബിയ പ്രവേശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച്. ാമത് ദേശീയ ഗെയിംസിന് നാളെ തുടക്കം. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മേള ഫെബ്രുവരി 14 വരെ. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം വയനാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാൻ 10 അംഗ സംഘത്തെ നിയോഗിച്ചു. രാവിലെ മുതൽ വിവിധ മേഖലകൾ തിരിച്ച് പരിശോധന നടത്തും. കടുവയെ വെടിവെക്കാനുള്ള ദൌത്യം നീളുന്ന സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം RRT സംഘാംഗത്തിന് നേരെ കൂടി ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് വളരെ കർശനമായ നടപടികളിലേക്ക് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘങ്ങളും കടക്കുന്നത്. വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് വിവിധ സംഘങ്ങൾ ഈ കടുവയെ തേടി ഇറങ്ങുകയാണ്. രാവിലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പരിശോധന ആരംഭിക്കുന്നതാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, രാവിലെ 7 മണി ആയതേയുള്ളൂ. ദൗത്യ സംഘാംഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതായത് ഏത് വിധേനയും ഈ കടുവയെ കണ്ടെത്തുക, ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക, ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കുക, അതാണോ ദൗത്യ സംഘത്തിന്റെ നീക്കം? ശ്രീജ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തന്നെ അതിന്റെ ദൃശ്യങ്ങളാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണമൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് രാവിലെ തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്നും ഏതാണ്ട് പഞ്ചാരക്കൊല്ലിയിൽ നിന്നും 2-3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പിലാക്കാവ് എന്ന സ്ഥലത്താണ്. ഈ സ്ഥലം ഒരു ജനവാസ മേഖലയാണ്. പ്രധാനപ്പെട്ട റോഡാണ് നമ്മൾ കാണുന്ന. റോഡിന്റെ ഓരത്താണ് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ വാഹനങ്ങളും മറ്റുമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ പിലാക്കാവ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വനംവകുപ്പിന്റെ പൂർണ്ണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ദൌത്യ സംഘങ്ങൾ മുഴുവനായി ഇവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. DFO മാർട്ടിൻ ലോവൽ അടക്കമുള്ള ആളുകൾ, ഡോക്ടർ ആഡം സഗറെ പോലുള്ള ആളുകളൊക്കെ, CCFും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ട്. അവരൊക്കെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് രാവിലെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ദൌത്യത്തിലേക്ക് രാവിലെ തന്നെ കടക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്, അതിന്റെ സൂചനകൾ തന്നെയാണ് ഈ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. ആയുധധാരികളായ സേനാംഗങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. മറ്റ് എല്ലാ പിന്തുണയും നൽകുന്ന മറ്റ് വിഭാഗങ്ങളുമൊക്കെ ഒപ്പമുണ്ട്. ഒരു ദൌത്യത്തിലേക്ക് തന്നെ രാവിലെ കിടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആളുകൾ പരസ്പരം ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്ന ഒരു കാഴ്ച. ഏത് തരത്തിലാവണം ഇന്നത്തെ മിഷൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
വാഹനങ്ങളിലായി ഇന്ന് വിവിധ മേഖലകൾ നോർത്ത് വയനാട് ടീം വരുന്നു. കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനീഷ് തുടർന്നോളൂ. തീർച്ചയായും ഈ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൗത്യസേനാംഗങ്ങൾ ഒരേ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DFIയും CCFും ഓഫീസറും അടക്കം എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച. പിലാക്കാവ് ഭാഗത്ത് ജനവാസ മേഖലയോട് ചേർന്ന അടുത്തുള്ള ഇടത്ത് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ. നമുക്ക് പിൻവശം ഈ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ അപ്പുറവശം വലിയ കാടാണ്, നിബിഡമായ വനമേഖലയാണ്. അവിടെയാണ് കടുവയുടെ സാന്നിധ്യം ഏറ്റവും ഒടുവിൽ കണ്ടതെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഷൂട്ടർമാരടക്കമുള്ള ആളുകളുണ്ട്, വെറ്റിനറി സർജനായ അരുൺ ശുക്രി അടക്കമുള്ള ഡോക്ടർമാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അവരുടെ കയ്യിൽ മയക്കുവെടി വെക്കുന്നതിനുള്ള ഗണ്ണടക്കമുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ദൗത്യത്തിലേക്ക് രാവിലെ തന്നെ കടക്കുന്നു എന്നതിന്റെ ചില സൂചനകൾ ഈ മേഖലയിലേക്ക് ഇനി അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ അരുൺ ശുക്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇറങ്ങും. അതിനുശേഷം രാവിലെ തന്നെ ഒരു ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉദ്യോഗസ്ഥരൊക്കെ ഈ സേഫ്റ്റി ഗിയറുകളൊക്കെ ധരിച്ച് തയ്യാറാവുന്നത്. ഇത്തരത്തിൽ ഈ ഷീൽഡുകൾ ഒപ്പം ശരീരത്തിൽ ധരിക്കുന്ന സേഫ്റ്റി ഗിയറുകൾ അതൊക്കെയാണ് പലപ്പോഴും ഈ കാട്ടിലേക്ക് പോകുമ്പോൾ RRT സംഘങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സഹായകരമായി മാറുന്നത്. ഒരു റോഡാണ്, പ്രധാന വഴിയാണ്, മാനന്തവാടിയിലേക്ക് ബസ്സുകൾ പോകുന്ന ഇടമാണ്. നമുക്ക് ഇന്നലെ തന്നെ ഈ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് ഇത്തരം ഷീൽഡുകളാണ് നമുക്ക് കാണാം. അദ്ദേഹം കയ്യിലൊരു ഷീൽഡ് പിടിച്ചിരിക്കുന്നു. ശരീരത്ത് ആ സേഫ്റ്റി ഗിയറുകൾ ഈ കടുവയും മറ്റുമൊക്കെ പുറത്തേക്ക് ചാടി വീഴുകയാണെങ്കിൽ പെട്ടെന്ന് പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ അദ്ദേഹത്തിന് കയ്യിലുള്ളത്. ഷീൽഡും ശരീരത്ത് മറ്റ് സേഫ്റ്റി ഗിയറുകളും ഒക്കെ ധരിച്ചിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ആ മേഖലയിൽ ഒരു നിരീക്ഷണം നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാന്നിധ്യമുണ്ടായിരുന്നവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ വനവകുപ്പിനെ പറയുകയും കഴിഞ്ഞാൽ രാത്രി തന്നെ അത്തരത്തിലുള്ള സൂചന ലഭിച്ചു. അത് ഇന്നലെ രാവിലെ വരെ തുടർന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ കഴിഞ്ഞ ദിവസമാണ് നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. അതുകൊണ്ട് തന്നെ നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഇനി കടുവയെ എവിടെ കണ്ടാലും, കടുവ കൂട് വെച്ച് കടുവയെ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലാത്ത പക്ഷം കടുവയെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കി കഴിഞ്ഞു. ഇപ്പോൾ പിലാക്കാവിൽ കടുവയെ കണ്ടതായുള്ളൊരു സൂചന വരുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ ദൗത്യസംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കടുവയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ RRT സംഘമായ ജയസൂര്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ തലനാരിഴയ്ക്കാണ് ജയസൂര്യയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. കയ്യിലുള്ള ബാരിയർ വെച്ച് കടുവയെ തടുക്കാനായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തുടർച്ചയായി മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ നരഭോജി കടുവ ഇനിയും അത്തരം ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. വയനാടിന്റെ പ്രത്യേകത, വയനാട് എല്ലായിടത്തും ജനവാസ മേഖലയാണ്. അതല്ലാതെ അങ്ങനെ ജനവാസമില്ലാത്ത മേഖല കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആളുകൾ പുറത്തിറങ്ങാത്ത തരത്തിൽ വലിയ ഭീതിയിലാണ് ഉള്ളത്. അനീഷ്, ഇപ്പോൾ നമുക്ക് കാണാം ഈ സംഘാംഗങ്ങൾ സർവ്വസജ്ജരായി തന്നെ ഇന്നലത്തെ ആക്രമണം വലിയ രീതിയിലുള്ള ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ദൗത്യ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുക, ഒരാൾക്ക് നേരിട്ട് ആ തിരയുന്ന ജീവിയിൽ നിന്നൊരു പരിക്കേൽക്കുക എന്നൊക്കെ പറയുന്നത് അധികം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ RRT സംഘത്തിന് നേരെ വേലൂർ മഖന പാഞ്ഞെടുത്തെങ്കിലും അന്ന് അവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഒരു തലനാരിഴയ്ക്കാണ് ജയസൂര്യക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ സംഘം പൂർണ്ണ സജ്ജമായിട്ടാണോ ഇറങ്ങുന്നത്? ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ സജ്ജരായി തന്നെയാണോ അവർ ഇറങ്ങുന്നത്?
തീർച്ചയായും ശ്രീജ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുടെ ഒരു മുന്നൊരുക്കങ്ങളാണ്. ഇന്നലെ ജയസൂര്യ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സേഫ്റ്റി ഗിയറുകൾ കൃത്യമായി ഉപയോഗിച്ചതുകൊണ്ടാണ്. ഈ ബുള്ളറ്റ് പ്രൂഫിനൊക്കെ സമാനമായ മുൻവശത്ത് ഫോറസ്റ്റിന് എഴുതിയ ഒരു ജാക്കറ്റ് നമ്മൾ കാണുന്നു. ഒപ്പം ഈ കൈയുടെ തോൾ ഭാഗമൊക്കെ മറച്ചുകൊണ്ടുള്ള മറ്റൊരു പാട് കാണുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഷീൽഡുകൾ ഇവർക്കുണ്ട്. ഇന്നലെയാണെങ്കിൽ പോലും ഈ കടുവ ആക്രമിച്ചപ്പോൾ ഈ കൈയിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ കാര്യമായി പരിക്ക് പറ്റാതിരുന്നത് ഇത്തരം ഉപകരണങ്ങൾ ശരീരത്ത് അല്ലെങ്കിൽ ഇത്തരം സേഫ്റ്റി ഗിയറുകൾ അവർ ധരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കൈ നോക്കിയാൽ കൈ പൂർണ്ണമായും മുകൾ മുതൽ താഴെ വരെ ഒരു പരിച പോലെ ആ പാട് വെച്ചിട്ടുണ്ട്. നെഞ്ചിൽ മറയുണ്ട്, കാലുകളിൽ നീ ക്യാപ്പ് പോലുള്ള മറ്റു ഉപകരണങ്ങളുണ്ട്. ഇങ്ങനെ ഒരു പൂർണ്ണ സജ്ജരായാണ് ഇവർ കാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണെങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. ഏറ്റവും മുന്നിൽ ഈ തോക്കുധാരികളായ ഉദ്യോഗസ്ഥരാണ് ആദ്യം മുന്നിൽ പോകുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഓരോ സംഘാംഗവും പോകുന്നത്. ഒരുപക്ഷെ ഏറ്റവും പിൻവശത്തൊക്കെ ആയിരിക്കാം ഇത്തരത്തിലെ ഇത്തരം ഈ ആളുകൾ, ഈ വിദഗ്ധ പരിശീലനം ലഭിച്ച ആളുകൾ ഉണ്ടാവുക. വളരെ പെട്ടെന്നാവാം കാട്ടിൽ നിന്നും പതിയിരുന്നൊരു ആക്രമണം ഈ കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു, ഈ ജനവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ശബ്ദം കാട്ടിലൊക്കെ കേട്ടാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് കടുവകൾക്കുള്ളതെങ്കിൽ അതിനപ്പുറം ആളുകളെ കണ്ടാൽ ചാടി വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഷീൽഡ് ഇരിക്കുന്നു. ഈ ഷീൽഡും ആണ് ഒരു പരിചയമായി ഇന്നലെ മാറിയത്. ഈ കടുവ അദ്ദേഹത്തിന് മുകളിലേക്ക് വീണപ്പോൾ ഷീൽഡ് അദ്ദേഹത്തിന് കൈ പിടിക്കുന്നു. ആ ഷീൽഡിന് മുകളിലേക്ക് കടുവ വീഴുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കേറ്റ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അങ്ങേയറ്റം അപകടം നിറഞ്ഞ ഒരു മിഷൻ, വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മിഷനാണ് ഇവർക്ക് പൂർത്തിയാക്കേണ്ടത്. അത്രമേൽ ജനം കാത്തിരിക്കുന്ന ഒരു ദൌത്യമാണ്. നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ജനം ആ ഒരൊറ്റ വാർത്തയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ പകൽ കാത്തിരിക്കുന്നത്. അതിനായുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടിയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ കാടുകളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെ, അതിനുള്ള തയ്യാറെടുപ്പുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഷീജ, അദ്ദേഹത്തിന്റെ ഈ രീതിയിലാണ് ഒരു ഷീൽഡ് മറയുണ്ടെങ്കിൽ കടുവ ഇന്നലെ ആക്രമിച്ചപ്പോൾ ജയസൂര്യ താഴേക്ക് നിൽക്കുന്നു. അതിന്റെ മുന്നിൽ ഒരു ഷീൽഡ് കവചം പോലെ നിൽക്കുന്നു. മാന്തിയപ്പോൾ കൈകളിലെ ആ പാടുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഇന്നലെ ഒരു രക്ഷപ്പെടൽ ഉണ്ടായത്. എന്തായാലും സർവ്വ സന്നാഹങ്ങളോടുകൂടി അദ്ദേഹം ഇപ്പോൾ പുറപ്പെടുകയാണ് ദൌത്യത്തിന്. ആ ദൌത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും അവർ ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ തന്നെയാണ്, കാട്ടിലേക്ക് ദൌത്യത്തിനായി ഇറങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, പിലാക്കാവ് ഭാഗത്താണ് ഇന്നിപ്പോൾ ദൌത്യ സംഘാംഗങ്ങൾ പൂർണ്ണ തോതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലടക്കം 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ജനം പുറത്തിറങ്ങരുത് എന്ന ഉത്തരവാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ ഈ മേഖലയിൽ അവധി നൽകിയിരിക്കുന്നു. PSC പരീക്ഷകളോ മറ്റ് ബോർഡ് എക്സാമുകളോ ഉണ്ടെങ്കിൽ നഗരസഭയുടെ ചെലവിൽ വാഹനത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കൊണ്ടുപോകും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കടകമ്പോളങ്ങൾ തുറക്കരുത്, വാഹനങ്ങൾ ഈ മേഖലയിൽ ഓടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു നിർണായക ദിനത്തിലേക്ക് ദൌത്യം കടക്കുന്നു. ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സർവ്വസജ്ജരായി നാട്ടിലേക്ക് പുറപ്പെടുന്ന ആ സംഘാംഗങ്ങളെയാണ് നമ്മൾ കണ്ടത്. വലിയൊരു പ്രതീക്ഷയുള്ള ദിനമാണ്, ഒരു നാടൊന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ദിനമാണ്. എന്തായാലും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വനംവകുപ്പിന്റെയും മറ്റു പോലീസിലെയും ഒക്കെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. RRT സംഘങ്ങളെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഫോറസ്റ്റിന്റെ ആ സംഘമുണ്ട്. എല്ലാവരും കാട്ടിലേക്ക് ഇറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീജ, അനീഷ, ഞാൻ നേരത്തെ പറയുകയായിരുന്നു, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ബേലൂർ മഖന ഇറങ്ങുന്നത്. ഇതുപോലെ ഒരു ത്വരിതമായ ദ്രുതമായ രീതിയിലുള്ള വലിയൊരു ദൗത്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അന്ന് ഏതാണ്ട് 1 മാസത്തോളമാണ് ആളുകൾ ഇതേ ഭീതിയിൽ കഴിയുന്നത്. പക്ഷേ ഇത്തവണ അല്പം കൂടി ഭീതി കൂടുതലാണ്. കാരണം ബേലൂർ മഖനെ പോലെയല്ല ഒരു കടുവ. അതിന് വേഗത കൂടുതലാണ്, അതിന് ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം. അങ്ങനെ ആ പ്രദേശത്തെ ആളുകളെ ഈ തുടരെ ഉണ്ടാകുന്ന ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്?
തീർച്ചയായും ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് ബേലൂർ മഖനയ്ക്ക് വേണ്ടിയുള്ള ദൌത്യത്തിൽ ഞാനും കാട്ടുകുളം ഭാഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഓരോ ദിവസവും ആനയുടെ സഞ്ചാരപഥം മാറുന്നു, ആനയുടെ കോളർ ഐഡിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു, ഡ്രോൺ ക്യാമറകൾ വഴി ദൃശ്യങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഓരോ ദിനവും അത് പാറക്കെട്ടിൽ മറഞ്ഞിരിക്കും, ചതുപ്പ് നിലത്തേക്ക് പോവും. അങ്ങനെ ഒരു ഒളിച്ചുകളിയാണ് ബേലൂർ മഖനയും വനപാലകരും തമ്മിൽ നടത്തിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. വനമേഖലയിലേക്ക് അത് പോവുകയായിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ ഒരുപാട് സമയത്ത് നിലയുറപ്പിച്ച ശേഷം വലിയ ഭീതി പടർത്തിയ ശേഷമാണത് കാട്ടിലേക്ക് മറഞ്ഞത്. പക്ഷേ ആനയേക്കാൾ വലിയ അപകടകാരിയായി ഈ കടുവ മാറിയിരിക്കുന്നു. ഈ കടുവ അങ്ങേയറ്റം അപകടം വിതയ്ക്കുന്ന ഒരു ഞങ്ങൾ വരില്ല. ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ദൌത്യത്തിനായി ഇറങ്ങുന്ന കാഴ്ചയാണ്. ഒരു ശുഭകരമായ വിവരങ്ങൾ നൽകാൻ ദീപ CCF ദൂരെ നിൽക്കുന്നത് നമുക്ക് കാണാം. മാർട്ടിൻ ലോവൽ, അദ്ദേഹമാണ് DFO, അദ്ദേഹം അടക്കമുള്ള സംഘം ഇപ്പോൾ കാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. ഒരു ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി ഈ സംഘം കാട്ടിൽ നിന്നും മടങ്ങിയെത്തട്ടെ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ജനവാസ മേഖലയാണ്, ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയിലാണ്, പിലാക്കാവ് മേഖലയിലാണ് കടുവ എത്തിയിരിക്കുന്നത്. കൃഷിയിടങ്ങളുണ്ട്, കൃഷിയിടങ്ങൾക്കപ്പുറം ഇടതൂർന്ന നിബിഡമായ കാടുണ്ട്. ആ കാട്ടിനുള്ളിൽ കടുവയുണ്ട്. ആ കടുവയെ പിടികൂടാൻ സർവ്വസന്നാഹങ്ങളോടും കൂടി വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഒരു നാടിന്റെ ഒന്നടങ്കം പ്രതീക്ഷയുമായി കാട്ടിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വീടിനോട് ചേർന്ന ഇടത്ത് സംഘടിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം. അവർ കാട്ടിലേക്ക് പുറപ്പെടുന്നു. സർവ്വസന്നാഹങ്ങളുമായി കയ്യിൽ ഷീഡുകളും ശരീരത്ത് പാടുകളുമൊക്കെ ധരിച്ച് ഡോക്ടർ അരുൺ സക്കറിയ മധ്യത്തിൽ നിൽക്കുന്ന കാണാം. അദ്ദേഹം താഴേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് ഈ കടുവയെ കണ്ടു കഴിഞ്ഞാൽ അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വെറ്റിനറി സർജന്മാരടക്കമുള്ള ഈ മയക്കുവെടി വിദഗ്ധരടക്കമുള്ള സംഘം അവിടേക്ക് പോവുക. അതിനുശേഷം ഒരു കൃത്യമായ ലൊക്കേഷൻ സ്കെച്ച് ചെയ്താണ് ഈ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അനുകൂലമായ സാഹചര്യമുണ്ടായാൽ വെടിവയ്ക്കുക എന്നതാണ് പതിവായി ഇവർ ചെയ്യുന്ന തന്ത്രം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികളുമായി അവർ ചർച്ച നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലെ കൃഷിയിടത്തിനപ്പുറം ആണ് ഈ വനമേഖലയിലേക്ക് കടക്കുന്ന സ്ഥലം. അതുകൊണ്ട് വലിയ ഒരു അപകടം നിറഞ്ഞ അല്ലെങ്കിൽ സാഹസികമായ ഒരു ദൌത്യത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മാർട്ടിൻ ലോവലും CCF ദീപയും അടക്കമുള്ള ഏറ്റവും ഉന്നതരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അവരൊക്കെ ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുകയാണ്. ഒരു നാടിന്റെ ഒന്നടങ്കം പ്രതീക്ഷയാണ് എങ്ങനെയും ഈ കടുവയെ, നരഭോജിയായ കടുവയെ പിടികൂടുക എന്നത്. ജീവനോടെയോ കൊന്നോ, വെടിവെച്ച് കൊന്നോ, ജീവനോടെയോ കൂടുവെച്ചോ ഏതു വിധേനയും പിടിക്കുക എന്നാണ്. നമ്മൾ നേരത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നത് നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. പക്ഷേ ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വെടിവെക്കണമെന്ന് പോലും പറയുന്നില്ല, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പിടിച്ചുകൊണ്ട് ഈ സ്ഥലത്തു നിന്ന് പോകൂ എന്ന ഒരു തരത്തിലേക്ക് ഹതാശരായി മാറിയ ഒരുപറ്റം ജനതയുടെ വിലാപമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ 2-3 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കലഹിക്കുന്നു, പ്രതിഷേധിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, വിലപിക്കുന്നു. എല്ലാ തരത്തിലും അവരുടെ പ്രതിഷേധം, അവരുടെ വികാരങ്ങൾ ഭരണാധികാരികളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വികാരം അതേ അർത്ഥത്തിൽ ഏറ്റെടുത്താണ് വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ കാട്ടിലേക്ക് ഇറങ്ങുന്നത്. അവരിലൊരാൾക്ക് ഇന്നലെ ഈ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് സന്നാഹങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു, ആയുധങ്ങളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നു. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും സ്വീകരിച്ചാണ് അവർ ഈ കാട്ടിലേക്ക് ഇറങ്ങാനായി തയ്യാറെടുക്കുന്നത്. എന്തായാലും അതീവ ഗൌരവതരമായ ഒരു മിഷനാണ്, ഒരു ഓപ്പറേഷൻ കാട്ടിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഈ സന്നാഹങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഈ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ, ഈ CCFും DFOയും ഡോക്ടർ അരുൺ സക്കറിയും അടക്കമുള്ള ആളുകൾ
പൂർണ്ണമായും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഈ മേഖലയിൽ കടുവ ഉണ്ട് എന്നത് തന്നെയാണ്. ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനകളിൽ ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സർവ്വസന്നാഹങ്ങളുമായി ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് മാറിയിരിക്കുന്നത്. CCF ദീപ താഴേക്ക് പോകുന്നത് കാണാം. തൊട്ടു പിന്നാലെ മാർട്ടിൻ ലോവൽ DFO പോകുന്നത് കാണാം. സംഘത്തെ നയിച്ച് ആ മധ്യത്തിൽ ഡോക്ടർ അടക്കമുള്ള അരുൺ സക്കറെ അടക്കമുള്ള ആളുകളുണ്ട്. ഗൌരവമുള്ള ചില നടപടികളിലേക്ക് ഗൌരവമുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഒരു അനക്കമാണ് നമ്മൾ താഴെ കാട്ടിൽ വീടിനോട് ചേർന്ന ഇടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തോക്കുകൾ ഏന്തിയ ഉദ്യോഗസ്ഥർ താഴേക്ക് വരുന്നു. അതായത് കടുവയെ ടോക്കുകളും അവിടെ ആ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്ക് ഈ ദൌത്യസംഘത്തിന്റെ മൂവ്മെന്റ് കണ്ട് മനസ്സിലാക്കാൻ, അല്ലെ അനീഷ്? തീർച്ചയായും നമുക്ക് ഇവരുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ ഒരു തിടുക്കം, ഒരു വേഗതയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ്. അവർ എല്ലാവരും ഒരു ജാഗരൂകരായി നിൽക്കുന്ന ഒരു കാഴ്ച. ഏത് നിമിഷവും കാട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായി ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന് 2-3 വീടുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിലാക്കാവ് ഭാഗമാണ്, റോഡിനോട് ചേർന്ന ഭാഗമാണ്. ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിദ്രുതമായ ചില ചലനങ്ങൾ നമുക്ക് കാണാം. അവരുടെ ശരീരഭാഷയിലുണ്ട്. അവർ വേഗത്തിൽ മൂവ്മെന്റ് നടത്തുന്നു. ദീപ CCF ഉണ്ട്, മാർട്ടിൻ ലോവൽ DFO ഉണ്ട്, ഡോക്ടർ അരുൺ സക്കറിയ ഉണ്ട്. അങ്ങനെ ഈ സംഘത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ, ഏറ്റവും നേതൃശേഷിയുള്ള ആളുകൾ മുഴുവൻ ഈ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ജനവാസ മേഖലയും കാടും തമ്മിലുള്ള അതിർവരമ്പ് നേരിയതാണ് ഈ മേഖലയിൽ. ആ അതിർവരമ്പ് മറികടന്ന് ഏത് നിമിഷവും കാട്ടിലേക്ക് ഇറങ്ങാനായി ഉദ്യോഗസ്ഥർ തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ച. സർവസജ്ജരായി ഈ RRT സംഘം ഷീൽഡുകളും മറ്റുമൊക്കെയായി ആ വീടിനോട് ചേർന്ന ഭാഗത്ത് കാടിനും കൃഷിയിടത്തിനും ഇടയിലായി നിൽക്കുന്ന കാഴ്ച. അല്പസമയത്തിനകം അവർ കാട്ടിലേക്ക് പോകും. അതിനുള്ള വിന്യാസം പൂർത്തിയായി കഴിഞ്ഞു. കടലാസിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ചിലരെ നമ്മൾ കാണാം. സർവസജ്ജരായി ഏത് നിമിഷവും എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്ന RRT സംഘങ്ങളെ കാണാം. എന്തായാലും വലിയ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. നമ്മൾ ഒരു വഴിയുടെ മുകളിലാണ് നിൽക്കുന്നത്. വഴിയുടെ താഴെ ഈ പിലാക്കാവിൽ നിന്നും ഈ പഞ്ചാരക്കൊല്ലിയിലേക്കുള്ള റോഡാണ് നമ്മൾ നിൽക്കുന്ന ഇടം. അതിന്റെ തൊട്ട് താഴെ 2 വീടുകൾ കാണാം. അതിന്റെ തൊട്ട് ആ 2 വീടുകളുടെ താഴെ മറ്റൊരു കെട്ടിടവും കാണാം. അതിന്റെ അടുത്താണ് ഉദ്യോഗസ്ഥ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ വീടിന് അപ്പുറം ആ RRT സംഘങ്ങളൊക്കെ നിൽക്കുന്ന വീടിന് താഴ്വശം വനമേഖലയാണ്. ആ വനമേഖലയിലേക്കാണ് ഈ സംഘം ഇറങ്ങുക. കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വനംവകുപ്പിന്റെ വാഹനം ഇപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തോക്ക് ധരിച്ച ആളുകളുടെ എണ്ണം ഇന്ന് കൂടുതലുണ്ട്. അത് പലതരത്തിലുള്ള തോക്കുകളുണ്ട്. യഥാർത്ഥമായി നിറയൊഴിക്കാൻ പറ്റുന്ന തോക്കുകളുണ്ട്, മയക്കുവെടി വെക്കാൻ പറ്റുന്ന തോക്കുകളുണ്ട്, ഈ പെല്ലറ്റ്സ്, ഈ റബ്ബർ ബുള്ളറ്റും മറ്റും ഉപയോഗിച്ച് മൃഗങ്ങളെ ആട്ടിപ്പായിക്കുന്ന തരം തോക്കുകളുണ്ട്. പിന്നെ ഈ വെടിവെച്ചാൽ ഈ പടക്കം മാതിരി ഈ ഒച്ച കേൾപ്പിച്ച് അല്ലെങ്കിൽ ശബ്ദം കേൾപ്പിച്ച് ഈ വെളിച്ചം കാണിച്ച് ഈ മൃഗങ്ങളെ തുരത്താൻ പറ്റുന്ന തരം തോക്കുകളുണ്ട്. അങ്ങനെ വിവിധ തരം തോക്കുകളൊക്കെയാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആയുധധാരികളായ സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇന്നലെ നടന്ന RRT സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണത്തിന്റെ ഒരു തുടർച്ച ആണ് ഇത്തരം സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. എല്ലാവരും പരിചയസമ്പന്നരായ ആളുകളാണ്. നമുക്കറിയാം, ബേലൂർ മഖനെ പിടിക്കാനൊക്കെ പോയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ട് സ്തബ്ധരായി നിന്ന ആളുകളാണ്. നിലമ്പൂരിലെ വനമേഖലയിൽ കാട്ടിനുള്ളിലെ കിണറ്റിൽ കുരുങ്ങിയ ആനയെ കരക്കി കയറ്റുന്നതായാലും, ആതിരപ്പള്ളിയിൽ മസ്തകത്തിന് വെടിയേറ്റ് പരുക്കേറ്റ് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങാറായ ആനയെ തെരഞ്ഞു പിടിച്ച് മയക്കുവെടി വെച്ച് ആന്റിബയോട്ടിക് കുത്തിവെച്ച് അല്ലെങ്കിൽ മരുന്ന്
മരുന്നുകൾ കെട്ടിവെച്ച് ആനയെ കാട്ടിലേക്കുന്ന മിഷനായാലും ഒരു നാടിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പനെ പിടിക്കുന്ന മിഷനായെങ്കിലും അരി മോഷ്ടാവായി ആ മേഖലയിലെ ആളുകളെ നിരന്തരം ആക്രമിക്കുന്ന കൊമ്പന്മാരെ അരിക്കൊമ്പനെ പിടിക്കുന്ന ദൌത്യമായെങ്കിലും ചില്ലിക്കൊമ്പനെ തുരത്തുന്ന ദൌത്യമായാലും എല്ലാ ഇടത്തും എത്തുന്നത് ഈ സംഘമാണ്. കേരളത്തിന്റെ ഒരു പ്രതീക്ഷ വന്യജീവി സംഘർഷം ഏറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനം വന്യജീവികളുമായുള്ള ആ സംഘർഷം ഏറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷയായി എല്ലാ മേഖലയിലും എത്തുന്ന ഉദ്യോഗസ്ഥരാണ്. അരുൺ സുക്രയുടെയും മറ്റുമൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസമാണ്. ആദ്യ ദിനങ്ങളിൽ ജനങ്ങൾ നമ്മോട് ചോദിച്ചത് അരുൺ സുക്രിയ ഡോക്ടർ എപ്പോൾ എത്തുമെന്ന രീതിയിലേക്ക് പോലും ഒരു പേര്, ഒരു വിശ്വാസം ജനങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവർ ഓരോരുത്തരും. കാട്ടിലേക്ക് പോകുമ്പോൾ ഇവരുടെ ജീവന് വലിയ ഭീഷണിയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ കടുവ ആക്രമിച്ച ആറാട്ടി സംഘം. പക്ഷേ അങ്ങനെ കടുവ ആക്രമിക്കുമ്പോഴും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഒരു ജനതയുടെ വിശ്വാസം ആകമാനം ആർജിച്ച് കാട്ടിലേക്ക് നീങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ വിശ്വാസം കാത്തുരക്ഷിക്കാൻ തന്നെയാണ് ഇന്നവർ കാട്ടിലേക്ക് ഇറങ്ങുന്നത്. ജനം കാത്തിരിക്കുന്ന, ഒരു നാട് മുഴുവൻ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭവാർത്തയുമായി ആ സംഘത്തിന് മടങ്ങിയെത്തും എന്ന് നമുക്ക് കരുതാം. കൂട്ടിൽ വെച്ചായാലും മയക്കുവെടി വെച്ചായാലും ഒക്കെ, അല്ലെങ്കിൽ ഈ വെടി ഉതിർത്തായാലും ഒക്കെ ഏത് വിധേനയും ഈ നരഭോജിയായ കടുവയെ പിടിക്കണമെന്ന നിർദ്ദേശമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. എന്തായാലും അത് പാലിക്കാനായി അവർ കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ അവസാനവട്ട ക്രമീകരണങ്ങൾ കാട്ടിന് പുറത്ത് നടക്കുന്നു. അല്പസമയത്തിനകം ആയുധധാരികളായ ഈ മറ ധരിച്ച സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച ഉദ്യോഗസ്ഥർ കാട്ടിനുള്ളിലേക്ക് പോകും. അതിനുശേഷം കാട്ടിലാണ് പിന്നെ പോരാട്ടം നടക്കുക, കാട്ടിലാണ് തെരച്ചിൽ നടത്തുക. നാട്ടുകാർ വെള്ളവുമൊക്കെയായി ഒരു ബാക്കപ്പ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചിട്ടായിരിക്കും ഇറങ്ങിയാൽ മണിക്കൂറുകളോളം, ഒരുപക്ഷെ രാത്രിയിലാവും ആ സംഘം തിരിച്ചു വരിക. ഭക്ഷണവും വെള്ളവും പോലും കിട്ടാത്ത നിവിഡ വനത്തിനുള്ളിലേക്കാണ് അവരുടെ യാത്ര. ആ യാത്രയ്ക്ക് ശുഭകരമായ ഒരു പര്യവസാനം ഇന്നുണ്ടാവട്ടെ. ഒരു ജനത ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വാർത്ത ഇന്നുണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ശ്രീജ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പിലാക്കാട് ഭാഗത്തു നിന്നാണ്. ഈ കടുവയുടെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ രീതിയിലാണ് ദൗത്യസംഘങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചലനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവ്വസജ്ജരായി അവർ രാവിലെ തന്നെ ഇറങ്ങുകയും തുടർന്നാണ് ഈ രീതിയിൽ ഒരു കടുവയുടെ സാന്നിധ്യം സമീപത്തുള്ളത് സമാനമായ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അനീഷ് പറഞ്ഞതുപോലെ തന്നെ ജീവിതം പാടെ സ്തംഭിച്ചു പോയൊരു ജനതയാണ് ആ ഭാഗത്തുള്ളത്. വന്യജീവി സംഘർഷം എന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് പറയാമെങ്കിലും പുറത്തിറങ്ങിയാൽ ജീവൻ ഉണ്ടാകുമോ, പുറത്തിറങ്ങിയാൽ ജീവൻ കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങുന്ന കുറേ മനുഷ്യന്മാർക്ക് ഇന്നത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വളർത്തുമൃഗങ്ങളെയൊക്കെ ഇത്തരം കടുവയും പുലിയും ഒക്കെ പിടികൂടുന്ന സമയത്ത് പോലും അവർക്ക് മനുഷ്യന് അത്തരത്തിൽ ഭീതി ഉണ്ടാകാറില്ല. പക്ഷേ ഇത് തുടർച്ചയായ 2 ദിവസങ്ങളിൽ ആദ്യം അവിടുത്തെ പ്രദേശവാസിയായ രാധ എന്ന സ്ത്രീയെ ജോലിക്കിടെ ആക്രമിച്ചു കൊല്ലുന്നു. ഇന്നലെ ആ കടുവയെ പിടികൂടാൻ ഇറങ്ങിയ RRT സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പേടിയുണ്ട്. സാധാരണ ജീവിതം സാധ്യമാകാത്ത രീതിയിൽ അവർ വീടിനകത്തേക്ക് കുരുങ്ങിപ്പോയിരിക്കുകയാണ്. അനീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവരുടെ ഭാഗത്ത് നിന്ന് അത് ഏറ്റവും സ്വാഭാവികമായ പ്രതിഷേധമാണ്. കാരണം ജീവിക്കാൻ പറ്റണ്ടേ, അവരുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്കൂളിൽ പോകാൻ പറ്റണം, ജോലിക്ക് പോകാൻ പറ്റണം, എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങാൻ പറ്റണം. ഇതൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒരു വലിയ വിഭാഗം മനുഷ്യർ വീടിനകത്ത് കുടുങ്ങുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ആ പ്രതിഷേധത്തെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, ജനപ്രതിനിധികൾ എങ്ങനെയാണ് നേരിടുന്നത്? ശ്രീജ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ വരിക, ജനങ്ങളുടെ ഭാഗത്തു നിന്നും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ തികച്ചും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. പലവട്ടമാണ് ഈ കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. കാരണം ആദ്യം രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊല്ലുന്നു. അതിനുശേഷം അതേ സ്ഥലത്ത് 3 മണിക്ക് മുമ്പ് നാട്ടുകാർ ഈ മൃതദേഹവും മറ്റും എടുക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം അവർ നേരിട്ട് കാണുന്നു. ഇതിന്
അതിനുശേഷം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ആ സമീപത്ത് തന്നെയുള്ള ആ വീടുകളുടെ സമീപം നൌഫൽ എന്നയാളുടെ വീടിന് സമീപം മറിയം എന്ന വീട്ടമ്മ ഈ കടുവയെ കാണുന്നു. ഇതിനുശേഷമാണ് കാട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ വനപാലകരെ ഈ RRT സംഘാംഗമായ ജയസൂര്യയെ ആക്രമിച്ച് ഈ കടുവ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 4 വട്ടം നേരിട്ട് ആളുകൾ തന്നെ കടുവയെ കണ്ടിരിക്കുന്നു. കേവലം ഇമേജുകൾ വഴി ലഭിക്കുന്ന ചിത്രങ്ങൾക്കപ്പുറം ആളുകളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ 4 വട്ടം ഈ കടുവയുമായി മുഖാമുഖം കാഴ്ച വന്നിരിക്കുന്നു. ഒപ്പം കാട്ടിൽ നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കാമെന്ന് പലയിടത്തു നിന്നായി വനമേഖലയോട് ചേർന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നമ്മളോടക്കം പറഞ്ഞിട്ടുണ്ട്. കുരങ്ങുകളും മറ്റും വലിയ അലമുറ ശബ്ദത്തോടുകൂടി കുതിച്ചു പായുന്നു, നായ്ക്കളും മറ്റുമൊക്കെ ഓടുന്നു. ഇങ്ങനെ പല പല അസ്വാഭാവികമായ ശബ്ദങ്ങളും കാട്ടിൽ നിന്ന് കേട്ടു എന്ന് പലവട്ടം ആളുകൾ പറയുന്നു. അതായത് നരഭോജിയായ കടുവ പഞ്ചാരക്കൊല്ലി വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെ ഈ കടുവ തമ്പടിച്ച് നിൽക്കുന്നു. പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത്, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും ആവാത്ത വിധം അവരുടെ ജീവിതം ദുസ്സഹമാക്കിയ കടുവ ഈ മേഖലയിൽ തന്നെ തുടരുന്നു എന്ന കൃത്യമായ വിവരങ്ങൾ. സാധാരണഗതിയിൽ ഒരു ഇടത്തൊരു ആക്രമണം നടത്തിയാൽ അവിടെ തെരച്ചിലോ ദൌത്യസംഘങ്ങളോ കാട് അരിച്ചുപെറുക്കിയുള്ള നീക്കങ്ങളോ നടത്തുമ്പോൾ ആ സ്ഥലം വിട്ടുപോകാനുള്ള സാധ്യതയാണ് പലപ്പോഴും കാണുന്നത്. ആളനക്കം കാട്ടിൽ കണ്ടാൽ കാട്ടിനുള്ളിലേക്ക് മറയുന്ന ശീലമാണ് കടുവയ്ക്കെന്ന് പൊതുവെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ നരഭോജിയായ ഈ ആളെ കൊല്ലിക്കടുവ ഒരിക്കലും കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു പോകുന്നില്ല. മറിച്ച് ജനങ്ങൾക്ക് നേരെ, ഈ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു പ്രകൃതമാണ് കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ ഭീതിയുണ്ട്. ജനങ്ങളുടെ ഭീതിക്ക് അടിസ്ഥാനമുണ്ട്. അവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പ്രതിഷേധിക്കുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. അവരുടെ വൈകാരികമായ മനസ്സിന്റെ പിരിമുറുക്കം പുറത്തേക്കൊന്ന് കാട്ടാനെങ്കിലും അവസരം ഉണ്ടായാലാവും ആ ജനതയ്ക്ക് ഒരു സമാധാനം അല്പമെങ്കിലും ലഭിക്കുക. കഴിഞ്ഞ ദിവസവും മറ്റുമൊക്കെ വീടുകളിൽ കഴിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ കവാട ഭാഗത്ത് എല്ലാവരും തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. ആളുകളോട് ഒരു തരത്തിലും കൂട്ടം കൂടരുത്, വീടുകൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്, കുട്ടികളെ കളിക്കാൻ വിടരുത്, കുട്ടികളെ പഠിക്കാൻ വിടരുത്, വാഹനങ്ങൾ ഓടിക്കരുത്, കടകമ്പോളങ്ങൾ തുറക്കരുത്, അങ്ങനെ കർശനമായ നിർദ്ദേശങ്ങളാണ് ഈ മേഖലയിൽ അധികൃതർ നൽകിയിരിക്കുന്നത്. അതുതന്നെ ഒരു സൂചനയായിരുന്നു. ഒരു വലിയ ദൌത്യത്തിലേക്ക് സംഘം കടക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു. CCF അടക്കമുള്ള DFO അടക്കമുള്ള ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ താഴെയുണ്ട്. അവരൊക്കെ താഴെ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. കാട്ടിനുള്ളിലേക്ക് RRT സംഘം ഇപ്പോൾ നീങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നു. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ ദൌത്യം ഓണാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇമേജുകൾ ലഭിക്കാനുള്ള ഡ്രോൺ ക്യാമറകൾ അവരുടെ ഒപ്പമുണ്ട്. ആയുധങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വസജ്ജരായി ഈ പ്രധാന ദൌത്യ സംഘങ്ങൾ, ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ആളുകളടക്കം പിലാക്കാവ് ഭാഗത്തുള്ള 2-3 വീടുകൾ നിൽക്കുന്ന ആ സ്ഥലത്തിന് അപ്പുറമുള്ള കാട്ടിലേക്ക് അവർ ഇറങ്ങുകയാണ്. കടുവയെ നേരിടാൻ, നരഭോജിയായ കടുവയെ പിടികൂടാൻ, അല്ലെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലാൻ, അതിനെ നേരിടാൻ തന്നെ സർവ്വസജ്ജങ്ങളോടും കൂടി അവർ ഇറങ്ങുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. മിഷൻ ഏതാണ്ട് ഓണാവുന്നു. ഇനി നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഈ ദൌത്യം ആരംഭിക്കുന്ന സമയത്ത് ഒരാളും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശമുണ്ട്. വീടുകൾക്കുള്ളിൽ ആളുകൾ കഴിയണമെന്ന നിർദ്ദേശമുണ്ട്. നമ്മളടക്കമുള്ളവർ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളും ഈ സ്ഥലത്ത് നിന്നും മാറേണ്ടി വരും. കാട്ടിനുള്ളിലേക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മാർട്ടിൻ ലോവൽ നിൽക്കുന്നത് കാണാം. വനംവകുപ്പ് അസിസ്റ്റന്റ് റേഞ്ച് ഓഫീസറുമായി ആശയവിനിമയം നടത്തുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പോയിരിക്കുന്നു. CCF ദീപയും DFOയും മാത്രമാണ് ആ ഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്നത്. മറിച്ച് മറ്റ് ഉദ്യോഗസ്ഥർ, മറ്റ് RRT അംഗങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ മാർട്ടിൻ ലോവൽ DFOയും അകത്തേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം, ഒരു SHOയുടെ ഭാഗത്തു നിന്നും ഒരു അനുചിതമായ പെരുമാറ്റമുണ്ടായപ്പോൾ പോലും നേരിയ നീരസം പോലും പ്രകടമാക്കാതെ അകത്തേക്ക് പോയ ഉദ്യോഗസ്ഥരാണ്. അതായത് മറ്റ് ഈഗോ പ്രശ്നങ്ങളൊന്നും ഈ ദൌത്യത്തെ ബാധിക്കാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരിൽ പലരും. ആ ഉദ്യോഗസ്ഥരാണ് അവിടെ നിൽക്കുന്നത്. ആയുധധാരികളായ RRT സേനാംഗങ്ങൾ കാട്ടിലേക്ക് പോയിരിക്കുന്നു. ശരി അനീഷ്, എന്തായാലും ആദ്യം ഈ പറഞ്ഞതുപോലെ ഒരു ദൌത്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അവിടെ പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ തുടരുന്നത് ശരിയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറൂ.
ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ സംഘവും ഒക്കെ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ അവരുടെ മൂവ്മെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിന് ആശ്വാസമായ ഈ പഞ്ചാരക്കൊല്ലി മേഖലയിലും ഇപ്പോൾ ഈ പിലാക്കാട് മേഖലയിലും ഒക്കെയുള്ള മനുഷ്യന്മാർക്ക് ആശ്വാസമാവുന്ന ഒരു വാർത്ത ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വാർത്തയിലേക്ക് അവിടുത്തെ ഏറ്റവും പുതിയ വിഷ്വൽസിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പഞ്ചാരക്കല്ലി സ്വദേശി രാധയെ കടിച്ചുകൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ. നിയമോപദേശവും സാങ്കേതികതകളും പരിശോധിച്ച ശേഷമാണ് ഉത്തരവിട്ടതെന്നും സമരത്തെ തള്ളിപ്പറയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ക്യാമ്പ് ഓഫീസിൽ നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. അതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ വനം മന്ത്രി A.K. ശശീന്ദ്രനെ നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിച്ചു. മന്ത്രി രാധയുടെ വീട്ടിലേക്കെത്തുന്ന റോഡിൽ പ്രദേശവാസികൾ കുത്തിയിരുന്നും റോഡിൽ കിടന്നും പ്രതിഷേധിച്ചു. കോഴിക്കോട് സ്വകാര്യ പരിപാടിയിൽ പാട്ടുപാടിയതിന് പരിഹാസം. പോലീസ് ആളുകളെ ബലം പ്രയോഗിച്ച് നീക്കിയതോടെയാണ് കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് മന്ത്രിക്ക് കയറാനായത്. രാധയുടെ വീട്ടിലെത്തിയ മന്ത്രി സർക്കാർ ജോലിക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യത്തിനിടെ വീണ്ടും കടുവ ആക്രമണം. RRT അംഗം ജയസൂര്യയുടെ വലത് കൈക്ക് കടുവയുടെ നഖം കൊണ്ട് പരിക്കേറ്റു. താറാട്ട് മേഖലയിൽ വെച്ചായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. ജയസൂര്യയെ മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വയനാട് DFOയെ തടഞ്ഞ് പോലീസ്. ഇന്നത്തെ വയനാട്ടിൽ നിന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത്. നമ്മൾ വയനാട് വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇന്നത്തെ മറ്റ് വാർത്തകൾ കൂടി ഒന്ന് നോക്കി വരാം. പാലക്കാട് BJPയിൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ സാഹചര്യം ഉണ്ടാവുകയാണ്. 9 കൗൺസിലർമാർ ഇന്ന് പാർട്ടിക്ക് രാജിക്കത്ത് നൽകും. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, പാലക്കാട് BJPയിൽ ഇത്തരത്തിൽ ഉരസലുകൾ ഉണ്ടാവുന്നതും അവിടെ പ്രതിഷേധം പുകയുന്നതും ഒന്നും ആദ്യമായല്ല. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു റീസൺ ആണ്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിൽ പ്രതിഷേധിച്ച് വലിയൊരു കൂട്ടം തന്നെ ഒരുപക്ഷെ BJP വിട്ടേക്കുമെന്ന് വരുന്നു. അതിന് നടുവിലായി നിൽക്കാൻ സന്ദീപ് വാര്യരുണ്ട്. അതൊരു പാലമാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ആശങ്ക BJPക്ക് അകത്തുണ്ടോ? ഇന്നിപ്പോ പ്രശാന്ത് ശിവന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ അദ്ദേഹം ആഘോഷമായി ജില്ലാ പ്രസിഡന്റ് ആവാൻ പോകുമ്പോഴാണ് ഒരു വശത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ടോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത് പാലക്കാട് BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം BJPക്ക് പാലക്കാട് അങ്ങേറ്റം നിർണായകമായ ഒരു ഇടമാണ്. കാരണം സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിലെ അവരുടെ നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പലപ്പോഴും BJP അത് അവരുടെ രാഷ്ട്രീയ നേട്ടം സംസ്ഥാനത്തെ പ്രകടമാക്കാറുള്ളത്. പക്ഷേ ആ പാലക്കാട് നഗരസഭാ ഭരണം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രതിസന്ധി മാറുന്നു എന്നതാണ് ഈ പശ്ചാത്തലം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഉണ്ടായ ഈ തർക്ക വിഷയങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 9 കൗൺസിലർമാർ കടുത്ത നിലപാടിൽ തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ളവർ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിച്ചാൽ ഇന്ന് തങ്ങൾ രാജി നൽകും എന്നതായിരുന്നു അവരുടെ നിലപാട്. 9 കൗൺസിലർമാർ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും അവിടെ ഭൂരിപക്ഷം BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതോടുകൂടി ഭരണം നഷ്ടമായേക്കാം എന്ന അവസ്ഥയിലേക്ക് സാഹചര്യം പോകുന്നു എന്നതാണ് അവസ്ഥ.
ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് ശിവൻ സി കൃഷ്ണകുമാറിൻ്റെ നോമിനിയാണ്. അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് പിന്തുണയുള്ള വ്യക്തിയല്ല. പ്രശാന്ത് ശിവനെ അടിച്ചേൽപ്പിക്കുന്നു. അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമില്ല. ഇതൊക്കെയാണ് പ്രധാനമായും അവിടുത്തെ വിമത വിഭാഗം ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രശാന്ത് ശിവന് ഈ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്ന് 6 വർഷത്തിലധികം പ്രവർത്തന പരിചയം വേണമെന്ന നിലപാടാണ്, മറ്റൊന്ന് പ്രായപരിധിയാണ്. ഈ 2 കാര്യങ്ങളിലും പ്രശാന്ത് ശിവനുമായി ചേർന്ന് പോകുന്നതല്ല. ഇക്കാര്യങ്ങൾ തെറ്റ്. അതുകൊണ്ട് പ്രശാന്ത് ശിവന്റെ നിയമനം തെറ്റായ നീക്കമാണ്. അത് ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. സി കൃഷ്ണകുമാറിന്റെ താല്പര്യം മാത്രമാണ് അവിടെ പ്രകടമായത്. പാലക്കാട് നേരത്തെ തന്നെ ഉണ്ടായ വിമത പ്രശ്നങ്ങൾ ഈ ഒരു നിയമനത്തോടുകൂടി ഒന്നുകൂടി ശക്തിപ്പെടുന്നു എന്നതാണ് സാഹചര്യം. 9 കൗൺസിലർമാരും ഒരു സമ്മർദ്ദ ശക്തിയാകുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ രാജിവെക്കില്ല എന്നതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാഹചര്യം എന്താ എന്നത് ഇന്ന് നിർണായകമാണ്. ഇന്ന് ഈ പ്രശാന്ത് ശിവനെ പ്രഖ്യാപിച്ചാൽ തങ്ങൾ രാജി പ്രഖ്യാപിക്കുമെന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. പാലക്കാട് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു നീക്കമാണ് ഇന്ന് പ്രതീക്ഷിക്കാനാവുന്നത്. ഇതിനിടയിൽ സജിത്ത്, ഈ സന്ദീപ് വാര്യർ ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ നിർണായകമാവുന്നുണ്ടോ? സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഈ അസംതൃപ്തരുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ശ്രീജ, വളരെ പ്രസക്തമാണത്. കാരണം സന്ദീപ് വാര്യർ BJPയിൽ നിന്നും പോയതിനു ശേഷം സന്ദീപ് വാര്യർക്ക് സ്വാധീനമുള്ള ഇടത്ത് അദ്ദേഹം ഒരു ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഇന്നലെ തന്നെ വന്നത്. അത് സന്ദീപ് വാര്യർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ്. കോൺഗ്രസ് എന്തായാലും വളരെ കരുതലോടുകൂടിയാണ് ഈ നീക്കത്തെ കാണുന്നത്. കാരണം 9 കൗൺസിലർമാർ മറ്റൊരു നിലപാട് സ്വീകരിച്ച് അവരെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് വരും. അതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ സന്ദീപ് വാര്യരെയാണ്. BJPയിലെ വലിയ ബന്ധങ്ങൾ ഉപയോഗിച്ച് സന്ദീപ് വാര്യർക്ക് അത്തരമൊരു ദൗത്യം കോൺഗ്രസും നൽകിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൗൺസിലർമാരുമായുള്ള ആശയവിനിമയങ്ങൾ സന്ദീപ് വാര്യരും ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കൂടി വേണം ഇപ്പോഴത്തെ സംഭവങ്ങളെ കാണാൻ. മറ്റൊരു പടി കൂടി കടന്ന് ഈ പ്രതിസന്ധി മാറാനുള്ള സാധ്യതയുണ്ട് ശ്രീജ. ഒരുപക്ഷെ 27 സംഘടനാ ജില്ലകളാണ് അവിടുത്തെ അധ്യക്ഷന്മാരെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇത് പാലക്കാടിനപ്പുറത്തേക്ക് മറ്റ് ജില്ലകളിലേക്കും ഈ പ്രതിസന്ധി മാറാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം ജില്ലാ അധ്യക്ഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, തർക്കങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന വിവാദം BJPയെ കുഴയ്ക്കുമോ എന്നതാണ് അറിയാനുള്ളത്. ഇന്നത്തെ ദിവസം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം കൂടുതൽ വിമത നീക്കങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാവാം. പ്രത്യേകിച്ച് പാലക്കാട് പരമപ്രധാനമാണ് താനും. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ BJPയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തർ എന്ത് ചെയ്യും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് പാലക്കാട് BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് 9 പേർ രാജിവെക്കുകയാണെങ്കിൽ അത് നഗരസഭാ ഭരണത്തെ പോലും സ്വാധീനിക്കുമെന്നതിനാൽ നമുക്ക് ഇന്ന് പാലക്കാട്ടേക്കും വളരെ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കാം. കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിൽ 27 ഇടങ്ങളിലെ ജില്ലാ പ്രസിഡന്റ്മാരെയാണ് ഇന്ന് BJP പ്രഖ്യാപിക്കുക. 27 ഇടങ്ങളിൽ അഭിപ്രായ സമന്വയത്തിലൂടെ തീരുമാനമെടുത്തു എന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ പത്തനംതിട്ട, തിരുവനന്തപുരം സൗത്ത്, ഇടുക്കി സൗത്ത് എന്നീ 3 ജില്ലകളിൽ പ്രഖ്യാപനം തർക്കത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDA മുന്നണിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. NDA വിടണമെന്ന് BDJS ജില്ലാ കമ്മിറ്റി പ്രമേയം. കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് മുന്നണിയിൽ അവഗണനയാണെന്നും മറ്റ് സാധ്യതകൾ തേടണമെന്നും പ്രമേയം പാസാക്കിയത്. BJPയിൽ നിന്നും തുടർച്ചയായി അവഗണന നേരിടുന്നു, പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നുവെന്ന് പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, BDJSനെ സംബന്ധിച്ച് വളരെ സ്വാധീനമുള്ളൊരു ജില്ലാ കമ്മിറ്റിയാണ് കോട്ടയത്തേത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രീതിയിലുള്ള സമ്മർദ്ദമൊക്കെ, അതായത് വേണ്ട പരിഗണന ലഭിക്കാത്തതിനാൽ വിടണം എന്നൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ BDJSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റി തന്നെ ഇങ്ങനൊരു പ്രമേയവുമായി, അതും തുഷാർ പങ്കെടുത്ത യോഗത്തിൽ അങ്ങനെ ഒരു പ്രമേയവുമായി എത്തുമ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ശ്രീജ, തീർച്ചയായും ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ തുഷാർ പങ്കെടുത്തൊരു യോഗത്തിലാണ് അങ്ങനെ ഒരു പ്രമേയം ഉണ്ടാകുന്നത്, തുഷാറിന്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് തുഷാർ ഇടപെട്ട് തന്നെ തടഞ്ഞിരുന്നു. പക്ഷെ ഈ പ്രമേയത്തെ
തുഷാറിന്റെ സാന്നിധ്യത്തിൽ ഫലത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അത് കേവലം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രമേയം എന്ന നിലയിൽ മാത്രം അതിനെ വായിച്ചാൽ പോരാ. അതിനപ്പുറത്തേക്ക് BDJS ഒരു സമ്മർദ്ദ നീക്കവുമായി രംഗത്ത് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ BJPയിൽ നിന്ന് വേണ്ടതൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത്ര വർഷമായി. പക്ഷേ ഒരു MP സ്ഥാനം, രാജ്യസഭ MP സ്ഥാനമല്ല തുഷാർ വെള്ളാപ്പള്ളി പലതവണയായി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം അതിനെ വഴങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് BDJSന്റെ സ്വാധീനത്തിൽ എവിടെയെങ്കിലും കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊരു വിലയിരുത്തലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ തുഷാർ തന്നെ കഴിഞ്ഞ അവിടെ കോട്ടയത്ത് മത്സരിക്കുമ്പോൾ ബാക്കി സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമുണ്ടാകുമ്പോൾ തുഷാറിന് പോലും ഒരു 10,000 വോട്ട് മാത്രമാണ് അധികം നേടാനായത് എന്ന വിലയിരുത്തലാണ് അവർ നടത്തിയിരുന്നത്. എന്തായാലും അത്തരം സാഹചര്യങ്ങളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ BDJS ഇങ്ങനെ നേരത്തെ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെയും UDFിലേക്ക് ഒരു പാലം, UDFിലേക്ക് കയറാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷെ അത് വിജയിച്ചിരുന്നില്ല. UDFിന്റെ അന്ന് വാതിൽ തുറന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത്, ചേർത്തല അങ്ങനെ പല മണ്ഡലങ്ങൾ, അരൂർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിച്ചതിൽ BDJS വോട്ടുകൾ, പ്രത്യേകിച്ച് SNDP വോട്ടുകളുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ UDF ഇനി അങ്ങനെ ഒരു നീക്കത്തിൽ, ഇപ്പൊ പാലക്കാടിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ BJP യഥാർത്ഥത്തിൽ തകർക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ഇപ്പുറത്ത് ഈ BDJSനെ കൊണ്ടുവന്നുള്ള വോട്ടുകൾ കൂടി സ്വന്തമാക്കുക എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവമേറിയ രാഷ്ട്രീയ നീക്കമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ശ്രീജിത്ത്, ഇപ്പോൾ ശ്രീ MP സെൻ, BDJS കോട്ടയം ജില്ലാ പ്രസിഡന്റ് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ സെൻ, കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് കാണുന്നു. ആ 9 വർഷക്കാലമായി BJPയുമായും ദേശീയ ജനാധിപത്യ മുന്നണിയുമായും ശക്തമായ സഖ്യകക്ഷിയായി നിന്നിട്ട് BDJSന് അർഹമായ പരിഗണനകളോ അധികാരങ്ങളോ കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക്, മുന്നണി വിടുന്ന നീക്കത്തിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം കാണുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പൊന്നും അതിവിദൂരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിനപ്പുറം നിങ്ങൾ ആത്മാർത്ഥമായി ഈ ബന്ധം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്നൊരു നിലപാടിലാണോ ഉള്ളത്? അത് ഒരു സമ്മർദ്ദ തന്ത്രമായി ഇതിനെ കാണേണ്ടതില്ല. കാരണം BDJS രൂപീകരിച്ചിട്ട് 9 വർഷമായി BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഒരു കരുത്തുറ്റ സഖ്യകക്ഷിയായി BDJS ഇന്നലെ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 9 വർഷക്കാലമായി BDJSന് അർഹമായിട്ടുള്ള പരിഗണനകളോ ചേർത്ത് നിർത്തലോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഖ്യ കക്ഷിയായ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ജില്ലയിലെ ലീഡേഴ്സ് മീറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്ത ഒരു യോഗത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. സാധാരണ ആലപ്പുഴയിൽ ഇതിന് സമാനമായ ഒരു ശ്രമം ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു പ്രമേയം ഇറക്കുന്നതിൽ നിന്ന് അദ്ദേഹമാണ് പിന്തിരിപ്പിച്ചത് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്താണ്? നിങ്ങളുടെ വികാരത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ സംസ്ഥാന നേതൃത്വം? അല്ല, ഞങ്ങള് കോട്ടയം ജില്ലയിലെ ലീഡേഴ്സ് മീറ്റിലാണ് ഈ തീരുമാനം എടുക്കുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രമേയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ, ആവശ്യമായ തീരുമാനമെടുക്കാൻ എല്ലാ അധികാരങ്ങളും പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടാണ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അതായത് ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ വികാരം കോട്ടയത്തിന്റേത് മാത്രമാവില്ല എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായും. പാർട്ടി അതുപോലെയുള്ള അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 9 വർഷമായി BDJS ശക്തമായി ഈ മുന്നണിയുടെ ഭാഗമായി അതിന്റെ വോട്ടിംഗ് വർധന 2016 തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായി BDJS മാറിയത് മുതലുള്ള വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ BDJSന്റെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ വിശകലനം നടത്താൻ നമുക്ക് കഴിയും. പക്ഷേ അർഹമായിട്ടുള്ള യാതൊരു പരിഗണനകളും നമുക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പാർട്ടിയെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ്
ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം ജില്ലാ കമ്മിറ്റിക്ക് എടുക്കേണ്ടി വന്നത്. ഇക്കാര്യത്തിൽ BJP നേതൃത്വവുമായൊക്കെ നിങ്ങൾ ആശയവിനിമയം സ്വാഭാവികമായി നിങ്ങളുടെ അതൃപ്തിയൊക്കെ അറിയിച്ചു കാണുമല്ലോ. അവർ ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവ് നിലപാട് ഈ പറയുന്ന ഇത്രയേറെ തവണ നിങ്ങൾക്ക് ഈ പരാതി ഇപ്പോഴുള്ളതല്ല, മുൻപും ഇത്തരം പരാതി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ ആലപ്പുഴയിലൊക്കെ BJPക്ക് വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഈഴവ വോട്ടുകളുടെ സാന്നിധ്യം വളരെ നിർണായകമായിരുന്നു. അപ്പോൾ ഇതിന് ശേഷവും നിങ്ങളെ ഈ തഴയുന്ന നിലപാടിൽ തന്നെ തുടരുകയാണോ BJP? അല്ല, അതെല്ലാം ഞങ്ങൾ പാർട്ടി അധ്യക്ഷന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. പാർട്ടി അധ്യക്ഷൻ ഇതിനെ സംബന്ധിച്ച് BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി കരുതുന്നത്. ഇപ്പൊ മുന്നണി വിടാൻ ഒരു തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പകരം ഒരു ഓപ്ഷൻ വേണമല്ലോ, ഒരു പ്ലാൻ B വേണമല്ലോ, അതെന്താണ്? പകരം നമുക്ക് മറ്റു സഖ്യകക്ഷികളുടെ ആലോചന, ആവശ്യമായ ചർച്ചകൾ മുന്നണി വിടുന്ന സാഹചര്യത്തിൽ മറ്റ് സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുവാനും പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ശ്രീ MP സെന്നാണ് പ്രതികരിച്ചത്. ശ്രീജിത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ, ശ്രീജിത്ത്, ഈ വിഷയത്തിൽ അത് കോട്ടയത്തിന്റെ മാത്രം വികാരമാവില്ല എന്നൊരു ഉറപ്പ് MP സെൻ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ആ തരത്തിൽ ഒരു വികാരമുണ്ടോ? ശ്രീജിത്ത്, ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ഇന്നലെ കോട്ടയത്ത് നടന്ന നേതൃ സംഗമത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവർ അവതരിപ്പിക്കുന്നത്. ആ പ്രമേയാവതരണം നമുക്ക് കണ്ടിട്ട് വരാം. അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ. അതിന് വലിയ സംവിധാനങ്ങളുണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്. അവര് രണ്ടു കൂട്ടരും നമ്മളെ എടുക്കുവാൻ തയ്യാറാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള വാതിലുകൾ മലക്കെ തുറന്നിട്ടു. പക്ഷേ നമ്മൾ പോകാൻ തയ്യാറായില്ല. കഴിഞ്ഞ 9 വർഷവും BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ ഘടകകക്ഷിയായി നമ്മൾ പ്രവർത്തിച്ചു. നമ്മൾ ഇതുവരെ പ്രവർത്തിക്കുന്നു. നാളുകളിൽ നമുക്കറിയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഒരു മുന്നണിയോടും നമുക്ക് വെറുപ്പില്ല, അല്ലെങ്കിൽ യോജിക്കാത്ത സാഹചര്യങ്ങളില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അർഹമായിട്ടുള്ള പരിഗണനകൾ BDJS-ന്, ഈ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP-യാണ് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് അർഹമായ പരിഗണന നൽകേണ്ടത് അവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ചില ഘടകകക്ഷികൾ, BDJS ഒഴിച്ചിട്ടുള്ള ഘടകകക്ഷികളൊക്കെ യോഗം ചേർന്നു. എന്താണ്? BJP-യിൽ നിന്നും അർഹമായിട്ടുള്ള പരിഗണനകൾ തങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ മുന്നണി സംവിധാനം ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരനും അതുപോലെ ആദിവാസി നേതാവ് ജാനു ഒക്കെയുള്ള ഘടകകക്ഷികൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലും BDJS പങ്കാളികളായില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളിപ്പോഴും BJP-യുടെ കരുത്തുറ്റ ഘടകകക്ഷിയായി നിൽക്കുന്ന സാഹചര്യം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം. കോട്ടയം ജില്ലയിലെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ, തുഷാർജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം വളരെ കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിച്ചതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്ക് നിരാശ വന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളെ നമ്മളെ സ്നേഹിച്ചു കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടന്നത്, അല്ലെങ്കിൽ പ്രമേയ അവതരണം നടന്നത് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ വികാരം ശക്തമായി സംസ്ഥാന നേതൃത്വം ഉന്നയിക്കും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ശമ്പള വർധന ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. സമരം പ്രഖ്യാപിച്ച വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ഭക്ഷ്യവകുപ്പും രംഗത്തുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ധാന്യം തിരിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
അരുണിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. റേഷൻ ഈ സാധാരണ മനുഷ്യന്മാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഇന്നലെ തന്നെ മന്ത്രി GR അനിൽ പറഞ്ഞിരുന്നു. വ്യാപാരികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന നിലപാടിലാണ് ധനവകുപ്പുമുള്ളത്. മന്ത്രി KN ബാലഗോപാലും അങ്ങനെ തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി ഇങ്ങനെയൊരു സമരത്തിലേക്ക് കടക്കുന്നത്. അതും അനിശ്ചിതകാല പണിമുടക്കാണ്. സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലുള്ളത്. അവരും ഈ ശമ്പളം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് അവരുള്ളത്. അതേസമയം ശമ്പളം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും ഇപ്പോൾ ഇല്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികൾക്ക് നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ ശമ്പളം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോവാനാവില്ലെന്ന് വ്യാപാരികൾ നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഒരു ശമ്പള വർധനയുടെ ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ്. ഈ ഒരു തർക്കം എങ്ങനെ പരിഹരിക്കും? സാധാരണക്കാരുടെ ആശ്രയം എന്ന നിലയ്ക്ക് ഇതെങ്ങനെ പുനഃസ്ഥാപിക്കും? ഈ സമരം ജനങ്ങളെ എങ്ങനെ ബാധിക്കും? നോക്കാം. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കടകൾ തുറക്കുന്നതനുസരിച്ച് ഇന്നിപ്പോൾ കേരളത്തിലെ ഏത് റേഷൻ ഷോപ്പിൽ നിന്നും ഏതൊരു കുടുംബത്തിനും ഭക്ഷ്യധാന്യം വാങ്ങിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ കടകളും തുറന്നില്ലെങ്കിലും ഭക്ഷ്യ വിതരണത്തിന് തടസ്സമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പ്രശ്നമായതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചില്ല എങ്കിൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് പോകും. അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം ന്യായമാണെന്ന് സർക്കാർ കരുതുന്നു? അവരുടെ ആവശ്യങ്ങൾ ന്യായമായതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. വേതന പരിഷ്കരണ വിഷയമല്ലാതെ ഏത് വിഷയമാണ് ഇനി അവരുമായി ചർച്ച ചെയ്യാനുണ്ടെന്ന് അവർ പറയട്ടെ. കഴിഞ്ഞ 2 മാസക്കാലം തുടർച്ചയായിട്ട് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് ഒന്നൊന്നായി പരിഹരിച്ച് ആ പരിഹാര നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലേക്ക് കൊടുത്തിരിക്കുകയല്ലേ. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് അവരാവശ്യപ്പെട്ട പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്തത്. എന്നാൽ വേതന പരിഷ്കരണം മാത്രമാണ് ഇപ്പോൾ നമുക്ക് പരിഗണിക്കാൻ കഴിയാത്തത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്നു കിടക്കുകയാണ്. ഏത് നിമിഷവും അവർക്ക് അവരുടെ ആവശ്യങ്ങളുമായി കടന്നുവരാം. അതിന് അനുകൂലമായ നിലപാടും അനുഭാവപൂർണമായ നിലപാടുമാണ് ഗവൺമെന്റ് എപ്പോഴും സ്വീകരിക്കുന്നത്, ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണോ വേതന പരിഷ്കരണത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു? അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാമല്ലോ. ഒരു പുതിയ ആനുകൂല്യം നൽകാൻ, സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പുതിയ ആനുകൂല്യം നൽകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഈ പണിമുടക്ക് പിന്മാറണമെന്ന ആവശ്യമൊക്കെ തള്ളിയ ഒരു സമരത്തെ പോവുകയാണ്. കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങും. കാരണം സർക്കാരാണ് തുടർച്ചയായിട്ട് അവർ സമരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കും. അതിൽ യാതൊരു മാറ്റവും നിയമപരമായി തന്നെ അത് ഗവൺമെന്റ് ഏൽപ്പിച്ച സ്ഥാപനങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും. വേറെ ആളുകളെ ഏൽപ്പിക്കേണ്ടി വരും. ലൈസൻസ് ഉൾപ്പെടെ പറയാം. അല്ല, അത് ഗവൺമെന്റ് ഏൽപ്പിച്ച സ്ഥാപനം നടത്താൻ കഴിയില്ലെങ്കിൽ വേറെ ആളുകളെ ഏൽപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കാൻ പാടില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് ലൈസൻസുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണോ മുന്നോട്ട് വരുന്നത് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ അവരെ ഏൽപ്പിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അതാണ് മന്ത്രിയുടെ നിലപാട്. അവരുടെ ആവശ്യങ്ങൾ ബാക്കിയെല്ലാം പരിഗണിച്ചു. വേതന പരിഷ്കരണം മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളത്. അതുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ചർച്ചയ്ക്ക് വ്യാപാരികൾ തയ്യാറാകണം. ഈ പണിമുടക്കിന് പകരം അതും സർക്കാരിന്റെ ഈ ആവശ്യം ലംഘിച്ച് സമരരംഗത്തേക്ക് പോയാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഭക്ഷ്യമന്ത്രി GR നൽകുന്നത്. അരുൺ, ഇതിപ്പോ സംസ്ഥാന വ്യാപകമായുള്ള ഒരു സമരം, സാധാരണക്കാരെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന ഒരു സമരമാണ്. സർക്കാർ ഇങ്ങനെ ഒരു കർശന നിലപാടിൽ തുടർന്നാൽ അത് ജനങ്ങളെ എത്രത്തോളം ബാധിക്കും? ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഭക്ഷ്യവകുപ്പ് നേരിട്ട് നടത്തുന്ന കടകളുണ്ട്. അതുവഴി സാധനങ്ങൾ വിതരണം ചെയ്യാൻ നേരത്തെ ഉള്ളതുപോലെ ഏതെങ്കിലും റേഷൻ കടകളിൽ പേരുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമേ റേഷൻ വാങ്ങാൻ കഴിയൂ എന്നൊരു അവസ്ഥ ഇപ്പോഴില്ല. ഏത് കടയിൽ നിന്നും വാങ്ങാം. അങ്ങനെ തുറന്നിരിക്കുന്ന കടകളിലേക്ക് ജനങ്ങൾക്ക് വരാം. മാത്രമല്ല, ചില വ്യാപാരികളെങ്കിലും ഈ സമരക്കാർക്കൊപ്പം നിൽക്കില്ല. സമരാഹ്വാനം തള്ളിക്കൊണ്ട് സർക്കാർ പറഞ്ഞാൽ കേൾക്കുമെന്നൊരു പ്രതീക്ഷ കൂടി മന്ത്രി പങ്കുവച്ചു.
പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയും നടന്നില്ല. പൂർണ്ണമായും ഈ റേഷൻ മേഖല സ്തംഭിക്കുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഈ ലൈസൻസ് റദ്ദാക്കുകയും അതുപോലെ തന്നെ ഈ പോസ്റ്റ് മെഷീൻ അടക്കം സർക്കാർ നൽകിയതാണ്. അത്തരം മെഷീനുകൾ തിരിച്ചെടുത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് ഈ വ്യാപാരം നടത്താൻ തയ്യാറായ ആളുകളെ കൊണ്ട് അതിന് ചെയ്യിക്കും എന്ന കാര്യമൊക്കെയാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ന് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെങ്കിലും സമരം രംഗത്ത് വ്യാപാരികൾ പിന്മാറും, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും പിന്മാറുന്ന പ്രതീക്ഷയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. ഇല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് മന്ത്രി GR അനിലിന്റെ ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടി വിവരങ്ങൾ അരുൺ നൽകും. അത് ബ്രൂവറി വിവാദത്തിനിടെ ഇന്ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ്. ജലചൂഷണം ഉറപ്പായ പദ്ധതിയിൽ CPI മന്ത്രിമാർ ഇതുവരെ എതിർപ്പറിയിക്കാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ തന്നെ അതിന്റെ വിവരങ്ങൾ നൽകും. അരുൺ, CPIയെ സംബന്ധിച്ച് അവരുടെ മന്ത്രിമാർ മിണ്ടുന്നില്ല എന്ന് നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട് ഇത്രയും നിർണായകമായ ഒരു വിഷയത്തിൽ. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അത് പഞ്ചാരക്കൊല്ലിയിൽ, അതായത് വയനാട്ടിൽ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന വിവരങ്ങളാണ്, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ദൗത്യസംഘം ഇന്ന് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള എല്ലാ സന്നാഹങ്ങളുമായി ഈ കടുവയെ പിടികൂടാൻ വേണ്ടി ഇറങ്ങുന്നതിനിടയിലാണ് വയനാട്ടിലെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ വരുന്നത്. അനീഷിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം. അനീഷ്, ഇത് കൺഫേം ചെയ്യാമോ? ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ശ്രീജ, അല്പസമയത്തിനകം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാവും. ഏത് വിധേനയാണ് ഇത് ചത്തത്, എങ്ങനെയാണ് ട്രാപ്പിൽ കുടുങ്ങുകയാണോ അതോ വെടിയേറ്റതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചതാണോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരും. 2 ഇടങ്ങളിലായാണ് നമ്മൾ തമ്പടിച്ചത്. ഒന്ന് ഈ ദൗത്യം നടക്കുന്ന ഇടത്തും മറ്റൊന്ന് ബേസ് ക്യാമ്പിലുമാണ്. ഒരുപക്ഷെ ബേസ് ക്യാമ്പിലേക്ക് അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ എത്തുകയും വിശദീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉടൻ ഉണ്ടാവും. ആളെ കൊല്ലി നരഭോജിയായ കടുവ ചത്ത നിലയിൽ എന്ന വിവരമാണ് രാവിലെ പുറത്തേക്ക് നൽകാനുള്ളത്. കേരളം കാത്തിരുന്ന ഒരു വിവരം, ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിവരം തന്നെ. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും കടുവ ചത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അനീഷ്, ഇപ്പോൾ ദൗത്യം നടക്കുന്നത് പിലാക്കാട് ഭാഗത്താണ്. ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് ചത്ത നിലയിൽ കണ്ടു എന്ന സൂചനകളാൽ വരുന്നത്. എത്ര ദൂരമുണ്ട് ഇതിനിടെ? ഇതേതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരം വരുന്നു. കാരണം രാവിലെ തന്നെ ദൗത്യസംഘങ്ങൾ പൂർണ്ണമായി ഈ പിലാക്കാട് ഭാഗത്തേക്ക് നീങ്ങുകയും അവിടെ ദൗത്യസംഘങ്ങൾ കാട്ടിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനുശേഷം മാധ്യമങ്ങളെ അടക്കം ആ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് മറ്റൊരിടത്തേക്ക് പിലാക്കാടിന് ഇപ്പുറത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പഞ്ചാരക്കൊല്ലി ഭാഗത്താണ് ഈ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെയൊക്കെ ദൗത്യം നടന്ന ഇടങ്ങളാണ് പഞ്ചാരക്കൊല്ലിയും ഇന്നലെ ഈ RRT അംഗത്തിന് പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലവുമൊക്കെ തമ്മിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ഒക്കെയാണ് കാട്ടുവഴിയുള്ള സ്ഥല ദൂരപരിധിയുള്ളത്. അതുകൊണ്ട് രണ്ടും രണ്ടിടത്തായി ആണ് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവും. എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഏത് വിധേനയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള വ്യക്തതയും വരും. ഇന്നലെ RRT സംഘാംഗങ്ങൾ ഈ കടുവയുമായി നേരിട്ട് മുഖാമുഖം കണ്ടപ്പോൾ ഒരു വെടിയുതിർത്തതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്കുള്ള വെടി ആണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. അത്തരത്തിൽ ഒരു മിഷനിലാണോ ആ കടുവയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കെണിയിൽ കുരുങ്ങിയതാണോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വ്യക്തത വൈകാതെ പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും 2 ഇടത്തേക്കും ഇന്ന് ദൗത്യം നടന്ന ഇടത്തു നിന്നും മാറി മറ്റൊരിടത്താണ് ഈ കാര്യം സംഭവിച്ചെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശ്രീജ, എന്തായാലും അതിന്റെ വിവരങ്ങൾ അനീഷിന് എടുക്കേണ്ടതുണ്ട്. അനീഷ്, വളരെ പെട്ടെന്ന് തന്നെ ആ വിവരങ്ങളിലേക്ക് തിരിച്ചെത്താം. അനീഷിനും ആ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊണ്ടുന്ന കടുവ ആയിരിക്കണം, ആ കടുവയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചത്ത നിലയിൽ ഒരു കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇന്ന് രാവിലെ ദൗത്യം ആരംഭിച്ചത് പിലാക്കാട് ഭാഗത്താണ്. അവിടെ പൂർണ്ണ സജ്ജരായി വനംവകുപ്പ് സംഘവും ഈ RRT സംഘവും ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അവർ ഒരു മൂവ്മെന്റിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത്
ആ ഭാഗത്താണ് കടുവയുടെ സാന്നിധ്യമുള്ളത് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വാർത്ത പഞ്ചാരക്കൊല്ലി ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീയെ കടിച്ചു കൊന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമുള്ള ഈ ഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത് കൂടി. സജിത്, അനീഷിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിനെ മാത്രമല്ല നമ്മളെ ഒന്നാകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ആ കടുവയാണ് ഇത് ചത്തതെങ്കിൽ അതൊരു സുപ്രധാനമായ ഒരു നിമിഷം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിലിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ആദ്യ സംഘത്തിന്റെ തിരച്ചിൽ തന്നെയാണ് ഈ കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. വനംവകുപ്പ് കടുവയുടെ അടുത്തെത്തി ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയ കാര്യത്തിൽ സ്ഥിരീകരണം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് തന്നെ വിവരങ്ങൾ വരുന്നു. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്ന വാർത്ത നമുക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് സ്ഥിരീകരിക്കാം കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ഇന്നലെ ഈ കടുവയുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, അതായത് കടുവയെ തെരഞ്ഞുപോയ സംഘത്തിന് നേരെ തിരിച്ചാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വനംവകുപ്പ് തന്നെ ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഒരുപക്ഷെ ഇന്നലെ വെടി ഉതിർത്തിരിക്കാം. അത് അതിൻ്റെ ഭാഗമായിട്ടാണോ അതേറ്റാണോ കടുവ ചത്തത് എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം വയനാട്ടിലെ പ്രത്യേകതയാണ്. കാരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നരഭോജി കടുവ തന്നെയാണോ ചത്തത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നുകൂടി വരേണ്ടതുണ്ട്. കാരണം അത് വനംവകുപ്പാണ് നൽകേണ്ടത്. ഈ പുൽപ്പള്ളി മേഖലയിൽ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പല ഭാഗങ്ങളിലായി കടുവകളെ കണ്ടെത്തി എന്ന നാട്ടുകാർ നിരന്തരമായ പരാതികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആദിവാസി യുവതിയെ കടിച്ചു കൊന്ന നരഭോജി കടുവ തന്നെയാണോ ചത്തത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വനംവകുപ്പ് തന്നെയാണ് നൽകേണ്ടത്. നമുക്ക് അന്തിമമായി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ കടുവയുടെ ജഡവുമായി വനംവകുപ്പ് സംഘം പുറത്തേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നമുക്ക് ഉടൻ തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന കാര്യം. വനംവകുപ്പിന്റെ രാവിലത്തെ ആദ്യ തിരച്ചിൽ തന്നെയാണ് കാട്ടിനുള്ളിൽ നിന്നും ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. സജിത്, കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. 2:30 മണിയോടെ ദൗത്യസംഘം കാടിനുള്ളിൽ കടുവയെ കണ്ടു. വെടിവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന വിവരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. 2:30യോടെ ഇന്ന് പുലർച്ചെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും പഞ്ചാരക്കൊല്ലി ഭാഗമാണ്. ഇന്നലെ RRT സംഘത്തിന് നേരെ ആക്രമണം നടന്നത് ആ ഭാഗത്താണ്. രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതും ആ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ആ കടുവ, ആക്രമണം നടത്തിയ കടുവ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്താം. ഏറെക്കുറെ നമുക്ക് അങ്ങനെ എത്താം. നമുക്ക് എന്തായാലും ഒരു അന്തിമ വിശദീകരണം അതിൽ വ്യക്തത വരുത്താൻ വനംവകുപ്പിന് എൻ്റെ വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം അത് നരഭോജി കടുവ തന്നെയാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഈ കടുവയെ രാവിലെ വനംവകുപ്പ് സംഘം ഇന്ന് വെളുപ്പിനെയോടുകൂടിയാണ് കണ്ടെത്തുന്നത്. 2:30 ഉൾക്കാട്ടിൽ നിന്നും ഈ കടുവയുടെ ജഡം ചത്ത നിലയിൽ ആ കടുവയെ അവിടുന്ന് കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം 2:30 മണിയോടുകൂടി തന്നെ ദൗത്യസംഘം കാട്ടിനുള്ളിൽ കടുവയെ കണ്ടു. വെടിവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ കടുവ ചത്ത നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ കടുവയ്ക്ക് പരിക്കേറ്റിരിക്കാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്നലെ നടന്ന ആക്ഷൻ എന്താ എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇതുവരെയും വനംവകുപ്പ് നൽകിയിട്ടില്ല. കാരണം ഇന്നലെ നമുക്കറിയാം ഈ RRT സംഘാംഗത്തിന് പരിക്കേറ്റിക്കുന്ന സാഹചര്യമുണ്ടായി. കടുവ ചാടി വീണ് അദ്ദേഹം ഷീൽഡ് കൊണ്ട് തടയുകയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. എന്തായാലും കടുവയെ ചത്ത നിലയെ കണ്ടെത്തുമ്പോൾ ഇന്നലെ ഉണ്ടായ പരിക്ക് തന്നെയാവാം ഈ കടുവ ചാവാൻ കാരണം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നരഭോജി കടുവ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന ആ കടുവയെ തന്നെയാണ് ചത്ത നിലയിൽ കണ്ടെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇന്ന് വെളുപ്പിനെ 2:30 ഉൾക്കാട്ടിൽ തിരച്ചിലിനെത്തിയ ദൗത്യ സംഘാംഗങ്ങളാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സജിത്, സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് നാളായി ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെയും ഈ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അവിടം വരെയൊക്കെ എത്താറുള്ളൂ. പക്ഷേ ഈ 2 ദിവസങ്ങളിൽ ഉണ്ടായ വാർത്തകൾ വലിയ പേടിപ്പിക്കുന്നതായിരുന്നു. അത് ആദ്യം ഒരു സ്ത്രീയെ, ഒരു തൊഴിലാളിയെ ആക്രമിക്കുന്നു, അടുത്തത് ദൗത്യ സംഘാംഗത്തെ ആക്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അത്രത്തോളം പേടിയിലായിരുന്നു. അവരെ സംബന്ധിച്ച് എന്ത് വലിയ ആശ്വാസമാണ് ഈ വാർത്ത.
തീർച്ചയായും ശ്രീജ, അത് വളരെയധികം ആശ്വാസകരമാണ്, സംശയമില്ല. കാരണം ഇത്രയധികം സർക്കാരിനെയും മേൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയം കൂടിയായി ഈ വന്യജീവി വിഷയങ്ങൾ പൊതുവിൽ മാറിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ കടുവ ആക്രമണം വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്നു. അതൊരു യുവതിയെ തന്നെ, ഒരു ആദിവാസി സ്ത്രീയെ തന്നെ കടിച്ചു കൊല്ലുന്നു. അങ്ങനെ ഏറ്റവും ഭീതിതമായ ഒരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടായ അവസ്ഥയിലാണ് ഇപ്പോൾ സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഈ കടുവയെ ചത്തു നിലയിൽ കണ്ടെത്തുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടിയുള്ളത്, പുൽപ്പള്ളിയിലും വീണ്ടും ഒരു കടുവയെ കണ്ടു എന്ന അഭ്യൂഹങ്ങൾ ഇന്നലെ വൈകിട്ടുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് പ്രത്യേക ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി, ഇതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിലെ ഷാർപ്പ് ഷൂട്ടർമാരെ അടക്കം ഈ വനംവകുപ്പ് സംഘത്തിന്റെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾക്കാട്ടിനുള്ളിൽ വെച്ച് കടുവയെ വെടിവെച്ച് കൊല്ലുക, ആ ദൗത്യത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമായി. അങ്ങനെ ഇന്ന് കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഇന്നലെ പ്രദേശവാസികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി, ആരും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു. പരീക്ഷകൾക്കും മറ്റും പോകുന്നവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യമൊരുക്കി. അങ്ങനെ കൃത്യമായ പദ്ധതിയുമായി ഇന്ന് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കടുവയെ ഇന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിനെ സംബന്ധിച്ച് ഈ കടുവയ്ക്ക് ഇന്നലെ പരിക്കേറ്റിരുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും അവർ നൽകിയിരുന്നില്ല. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് വനംവകുപ്പിന് അത് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്തായാലും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇനി വനംവകുപ്പിന്റെ സ്ഥിരീകരണമാണ് വരുന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു കഴിഞ്ഞു. ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെയധികം ആശങ്കയുയർത്തിയിരുന്ന നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെട്ടിരുന്ന ആ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ശ്രീജ. അവിടെ നാട്ടുകാർ ആദ്യം വനംവകുപ്പിന്റെ നീക്കം കടുവയെ കൂടുവെച്ച് പിടിക്കുക എന്നതായിരുന്നു പ്രാമുഖ്യം നൽകിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. കുടുംബിന്റെ അടുത്ത് പലവട്ടം കടുവ വന്നുപോയെങ്കിലും കൂടിയും കൂടിൽ കുടുങ്ങിയില്ല. ഒടുവിൽ വെടിവെച്ച് കൊല്ലുക എന്ന നീക്കവുമായി തന്നെ ഇറങ്ങുന്നു. ഒടുവിൽ വനംവകുപ്പ് സംഘാംഗങ്ങൾക്ക് പുറമെ പോലീസിന്റെ ഷാർപ്പ് ഷൂട്ടർമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ദൗത്യ സംഘം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് ഈ കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ്, എവിടുന്നാണ് ഈ കടുവയെ കണ്ടെത്തിയത്, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തമായ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇന്നലെ വെളുപ്പിനെ 2:30 ഉൾക്കാട്ട് ഭാഗത്ത് വെച്ച് കടുവയെ കാണുകയും കടുവയെ വെടിവെക്കാൻ ഒടുങ്ങുന്നതിനിടയിൽ കടുവ അവിടെ അതിന് ജീവനില്ല എന്ന് മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെയാണ് കടുവയെ അവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിനെ മുഴുവൻ ആശങ്കയിലാക്കിയ, പ്രത്യേകിച്ച് പഞ്ചാരക്കൊല്ലി മേഖലയൊക്കെ വലിയ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 10 സംഘങ്ങളായി തിരിഞ്ഞ് വലിയ രീതിയിൽ വളരെ വിപുലമായ ഒരു പരിശോധനയ്ക്കും ദൗത്യത്തിനുമൊക്കെ ഇന്ന് സംഘം ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത്. ഒരു ജീവി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ആശ്വാസകരമായി പറയേണ്ട ഒരു വാർത്തയൊന്നുമല്ല. പക്ഷേ ഈ കടുവയെ സംബന്ധിച്ച് അത് ഇതാ ദൃശ്യങ്ങളിൽ കാണാം. ഈ കടുവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിനെ മുഴുവൻ ആശങ്കയിലാക്കിയത്. രാധ എന്ന തൊഴിലാളി സ്ത്രീയുടെ ജീവൻ എടുത്ത കടുവയാണിത്. ഇന്നലെ RRT സംഘത്തിന് നേരെ ആക്രമണം നടത്തിയതും ഈ കടുവയാണ്. കടുവ രാവിലെ ദൗത്യത്തിനിറങ്ങിയ സംഘമാണ് രാവിലെ 2:30 ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇനി ഈ കടുവയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും ഇന്നലത്തെ ഒരു ഓപ്പറേഷനിടെ സംഭവിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഇന്നലെ ദൗത്യ സംഘാംഗമായ ജയസൂര്യക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷമാണ് ഇതിനെന്തോ സംഭവിച്ചിട്ടുള്ളത്. അതെങ്ങനെ, എപ്പോൾ എന്നതിന്റെയൊക്കെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാടിനെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ, വയനാടിനെ മുഴുവൻ വിറപ്പിച്ച നരഭോജി കടുവയുടെ മൃതദേഹമാണ്. ഈ ഒരു നിമിഷത്തിനായിരിക്കും ഒരുപക്ഷെ ആ ഭാഗത്തുള്ള മനുഷ്യർ മുഴുവൻ കഴിഞ്ഞ രാത്രികളിൽ ഉറക്കമിളച്ച് കാത്തിരുന്നത്. കാരണം അത്രത്തോളം അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരുന്നു ഈ കടുവയുടെ സാന്നിധ്യം. അത് നേരിട്ട് മനുഷ്യർക്ക് മേൽ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. ആൾക്കൂട്ടം കാണുമ്പോൾ കടുവകൾ അല്ലെങ്കിൽ കടുവയും പുലിയും ഒക്കെ ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. പക്ഷേ ഈ കടുവ മനുഷ്യനെ തിന്നുന്ന തരം നരഭോജി കടുവയായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട് കാടും നാടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത, അത്രയേറെ ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് വയനാട്. അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ആഴ്ത്തിയ ആ നരഭോജി കടുവ. മന്ത്രി OR കേളു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം മിനിസ്റ്റർ. ഇതിപ്പോൾ ആശ്വാസകരമായ ദൃശ്യങ്ങളും വാർത്തയുമാണ് വരുന്നത്. ഇതേ സംബന്ധിച്ച് അങ്ങേക്ക് എന്താണ് വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്?
അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ന് രാവിലെയാണ് കടുവ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ കടുവേനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നലെയാണ് ആറാട്ടി ഗാർഡിനെ കടുവ. അപ്പൊ അതിന്റെ കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോ അവിടുന്ന് താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ, എന്താണ് ഈ കടുവ എങ്ങനെയാണ് ചത്തിട്ടുള്ളത്, അത് നമ്മൾ ഇന്നലെ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? മിനിസ്റ്റർ കേൾക്കാമോ? ഹലോ മിനിസ്റ്റർ, ഞാൻ ചോദിച്ചത് ഈ ഏതെങ്കിലും നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തന്നെയാണോ ഈ കടുവ ചത്തിട്ടുള്ളത്? എന്തെങ്കിലും വിവരങ്ങൾ അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ലില്ല, നമ്മളത് കൂടുതൽ സ്ഥിരീകരിക്കട്ടെ. നമ്മൾ ഈ ദൗത്യം 2-3 ദിവസമായിട്ട് തുടർന്ന് രാത്രി പകലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് രാവിലെ വീണ്ടും പിന്നെ തെരച്ചിൽ നടത്തുന്ന അവസരത്തിലാണ് കടുവ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. ഇനി അത് സംബന്ധിച്ച് ഒരു പരിശോധനയൊക്കെ നടക്കണം. ശരി, എന്തായാലും ആ ആദ്യത്തെ മിനിറ്റ് തൊട്ട് ഈ രാധ കൊല്ലപ്പെട്ടതിന്റെ തൊട്ട് പിന്നാലെ തൊട്ട് ഇത് ഏറ്റവും കൂടുതൽ നേരിട്ട് അവിടെ ആ ആളുകളുടെ പേടിയൊക്കെ കണ്ട ഒരാളാണ് താങ്കൾ. അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് എത്രത്തോളം ആശ്വാസമുണ്ട് ഈ ദൃശ്യവും ഈ വാർത്തയും? അതെ, ജനങ്ങൾ ആവശ്യപ്പെട്ടത്, ഒന്നാമത് ആവശ്യപ്പെട്ടത് ഈ നരഭോജി കടുവയെ കൊല്ലണം എന്നുള്ള ഒരു കർക്കശമായിട്ടുള്ള ഒരു തീരുമാനമാണ് പൊതുവെ ജനങ്ങളെല്ലാം അവിടെ സ്വീകരിച്ചത്. ആ കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെന്റ് പരിശോധിച്ചു. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഇപ്പൊ ഇന്ന് രാവിലെ കടുവ മരിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോ കടുവ ഏതായാലും മരിച്ചത് കൊണ്ട് ജനത്തിനൊരു വലിയൊരു ആശ്വാസമായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ കടുവേന്റെ മരണകാരണം നമ്മൾ സ്ഥിരീകരിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ കൂടുതൽ പറയാൻ സാധിക്കൂ. ഇതിപ്പോ തുടരെ കഴിഞ്ഞ ആഴ്ച പുലിയായിരുന്നു. അതിനിടയിൽ നമ്മൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ പ്രതികരിച്ചതിന്. അല്ല, ഞങ്ങളതിന്റെ ഫോട്ടോകളും കാര്യമൊന്നും കണ്ടില്ല. ഇനി അതന്നെയാണോ വേറെ ആണോ എന്നുള്ള കാര്യങ്ങള് ചിന്തിച്ചിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം, എല്ലാവർക്കും നന്ദി. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ നരഭോജിയായ കടുവ തന്നെയാണോ എന്നൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പൊ അത് ആണെങ്കിൽ വളരെയധികം സന്തോഷം. ഞങ്ങളെ എല്ലാ പിള്ളേർക്കും നാട്ടുകാർക്കും ഒക്കെ പുറത്തിറങ്ങി സംസാരിക്കാം, അത് പുറത്തിറങ്ങി നടക്കാന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിലധികം വളരെ സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ പറയാനിപ്പോ. അനീഷ്, ആളുകളുടെ മുഖത്തെ ആശ്വാസം, ശബ്ദത്തിലെ ആശ്വാസം ഒക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ അപ്പോഴും അവർക്ക് ഉറപ്പില്ല ഇതാ നരഭോജി കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കാതെ അവർക്കൊരു സമാധാനമില്ല. ഈ ആൾക്കൂട്ടം ഈ കടുവയെ പിടിച്ച ഭാഗത്താണോ ഇപ്പോൾ ഉള്ളത്? കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് ഉറപ്പാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നരഭോജിയായ കടുവ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരുടെ ചോദിക്കാം. അവരുടെ വലിയ സന്തോഷമായി, നമുക്ക് കടുവ ചത്തതിൽ എല്ലാവർക്കും സന്തോഷമായി. ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കതുകൊണ്ട് സന്തോഷമായി. എല്ലാം ഇറങ്ങി നടക്കാലോ എല്ലാവർക്കും, അതിൽ വലിയ സന്തോഷമായി. നിർബന്ധമായിട്ടും ഞങ്ങൾ കൺഫേം ചെയ്യണോ അത് ഇവിടുന്ന് കിട്ടിയാണെന്ന് അറിയില്ല, എന്നേ ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതൊന്ന് കൺഫേം ചെയ്യണല്ലോ. കാരണം ഇവിടുത്തെ ഒരു കടുവ കിട്ടിയെന്ന് തന്നെയാണ്, ഇതന്നെയാണോ കടുവ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അല്ലല്ലോ, അതിപ്പോ എന്തായാലും നോക്കുന്നുണ്ടല്ലോ. നോക്കാം, നമുക്ക് കൺഫേം ചെയ്യണം. എന്നാൽ ജനങ്ങളെ ഭീതി ഒരു പരിധി വരെയൊക്കെ മാറി കിട്ടിയ ഒരു അവസ്ഥയിലുള്ളത്. വെടിവെച്ച് പിടിച്ചത് നമ്മള് ചത്തനിലെ കണ്ടെന്നാണല്ലോ പറയുന്നത്. ഇനി അതന്നെയാണോ എന്ന് ഉറപ്പ് വന്നാലേ നമ്മളെ പേടി ഫുള്ളായിട്ട് പോവുള്ളൂ. ഇപ്പൊ എങ്ങനെ പിടിച്ചെന്ന് നമുക്കറിയണം. ഇതിപ്പോ ചത്തനിലെ കണ്ടെന്നാണല്ലോ നമ്മൾ അറിയുന്നത്. ഇപ്പൊ പകുതി നമുക്കൊന്ന് സമാധാനമുണ്ട്, എന്നാലും അതന്നെയാന്ന് അറിഞ്ഞാൽ നമുക്ക് ഫുൾ സമാധാനം ഉണ്ടാവും. ഞാൻ നരഭോജി കടുവ തന്നെയാണോ എന്ന് നമുക്ക് അറിയണം. അതൊക്കെ എന്നിട്ട് ആ കടുവ തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നടക്കുവാണ്. അപ്പൊ
അതിന് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതന്നെയാന്ന് പറഞ്ഞാലേ നമുക്ക് കൂടുതൽ സന്തോഷമാവുള്ളൂ. ശ്രീജിത്താണ് നാട്ടുകാർ പറയുന്നത്. ഈ കടുവയെ പിടികൂടിയതിൽ, അതിനെ കൊന്നതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ കടുവ ഏതാണ്, ഈ നരഭോജിയായ കടുവ തന്നെയാണോ ഇതെന്ന് അറിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ കഴിഞ്ഞ 2-3 ദിവസമായി പ്രതിഷേധത്തിലായിരുന്നു. അവർ വലിയ പ്രതിഷേധം. ചേട്ടാ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരുപാട്. ചേട്ടനൊക്കെ വളരെ രോഷാകുലനായി സംസാരിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം ഒരു ഫലം ഉണ്ടായിരിക്കും. അല്ല, ഇപ്പൊ ഫലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടാണ് എന്താക്കാൻ പറ്റില്ല. അതിന്റെ സ്ഥിരീകരണം കൈയാണ്ടാണ് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ആ കടുവ തന്നെയാണോ എന്നുള്ളത് പൂർണ്ണമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താണോ പൂർണ്ണമായ സന്തോഷമാവും, മനസ്സിലേക്ക് തൃപ്തിയാവുള്ളൂ. എന്നാലേ ഞങ്ങൾ ഭയം തീരുള്ളൂ. അപ്പൊ ആ സ്ഥിരീകരണം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കടുവന്റെ നരഭോജി തന്നെയാണ് എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, പൂർണ്ണമായിട്ട് ഞാൻ സന്തോഷിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കടുവയെ പിടിച്ചതെന്നുള്ള വലിയൊരു ആവേശത്തിൽ ഞങ്ങളിപ്പോ ഇല്ല. അതിന്റെ സ്ഥിരീകരണം വരണം. വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. അതിന് സന്തോഷം. അതിപ്പോ ചെറിയ സമയം ഞങ്ങൾക്ക് കളിക്കാൻ പോയാൽ നമ്മളെ മക്കൾക്ക് പോകാനുള്ളത് അങ്ങനെ സ്ഥിരീകരണം കൺഫേം ആയാലും സന്തോഷമാണ്. നമുക്ക് പിടിച്ചതിൽ വലിയ സന്തോഷം ഉണ്ടാവും. ആളുകൾക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതായിരിക്കാം. ഈ നരഭോജിയായ കടുവനെയാണോ കൊല്ലപ്പെട്ടിരിക്കുന്നത്, ആ കടുവയാണോ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ 2-3 ദിവസമായി വളരെ രീതിയിൽ തന്നെയായിരുന്നു നമ്മളുണ്ടായത്. പക്ഷെ ഇതന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരണം. പിന്നെ ഇത് കൊന്നതാണോ അതല്ല ഇത് വല കുടുങ്ങിയതാണോ എന്നുള്ളതിനൊക്കെയുള്ള കർശനമായ ഇത് ഞങ്ങൾക്ക് കിട്ടണം. അത് അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് ചത്തു പിന്നെ വന്നു എന്നത് മാത്രമല്ല നമുക്ക് അറിയുന്നുള്ളൂ, ചെറിയൊരു ആശ്വാസം. പക്ഷെ ഈ ആശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഇത് കൊന്നതാണോ അല്ലെ വലയപ്പെട്ടതാണോ അല്ലെ വേറെ എവിടുന്നേലും കൊണ്ടുപോയിട്ടതാണോ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവരെ ഞങ്ങൾക്ക് ഇപ്പോഴും ഭീതി തന്നെയാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഉറപ്പ് വേണം. അത് ഉറപ്പായിട്ടില്ല, കൺഫേം ആവണം. ഇപ്പൊ ചത്ത നിലയെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പൊ എന്താന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ സത്യമാണെങ്കിൽ നരഭോജി കടുവയാണെങ്കിൽ വലിയ മുറിവ് കാണുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ചോര കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി കടുവ കൊല്ലപ്പെട്ടത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. പക്ഷേ വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ് അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ജനങ്ങളുടെ മുഖത്തെ ആശ്വാസമാണ്. കഴിഞ്ഞ 3 ദിവസമായി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് രാധ എന്ന തൊഴിലാളി സ്ത്രീയെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോകുന്നതിനിടെ ഈ കടുവ ആക്രമിച്ച് കൊല്ലുന്നത്. ആദ്യം ആക്രമിച്ച് ഒരു 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി. ആ നിലയിലായിരുന്നു അന്ന് മൃതദേഹം കണ്ടെത്തിയത്. അത് വലിയ രീതിയിൽ പേടിയുണ്ടാക്കുന്നു. ഇത് കാപ്പി വിളവെടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ തൊഴിൽ എടുക്കാൻ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയോടെ അവർ കഴിഞ്ഞ 3 ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് ബലമായി മാറ്റുന്നതാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണം. ഇന്നലെ DFO സംസാരിക്കുന്നതിനിടെ ഇടപെട്ടുകൊണ്ടായിരുന്നു SHOയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഇവിടെ ലൈവ് ഒന്നും വേണ്ട, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇന്നലെ മാറ്റി. ഇപ്പോഴും നമ്മൾ സമാനമായ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് ദൗത്യത്തിനായി ഇറങ്ങിയ സംഘം കടുവയെ കാണുന്നത്. കടുവയെ വെടിവെക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് കടുവ അനക്കമില്ലാതെയാണ് കിടക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കടുവയെ ചത്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു. അതായത് ഇന്നലെ ഈ RRT സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കടുവയ്ക്ക് നേരെ കടുവയ്ക്ക് മുറിവേറ്റത് അല്ലെങ്കിൽ കടുവയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ത് എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. പക്ഷേ ഈ വശത്ത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതം തിരികെ കിട്ടിയ ആശ്വാസമാണുള്ളത്. കടുവകൾ പൊതുവെ അങ്ങനെ മനുഷ്യരെ ആക്രമിക്കാറില്ല, പകരം അവർ വളർത്തു മൃഗങ്ങളെയൊക്കെ പിടിക്കുകയാണ് പതിവ്. മനുഷ്യരുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവാറാണ് എപ്പോഴും പതിവ്. ആൾക്കൂട്ടം കണ്ടാൽ അല്ലെങ്കിൽ മനുഷ്യരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. പക്ഷേ ഈ കടുവ അങ്ങനെ ആയിരുന്നില്ല. ഈ കടുവ തുടർച്ചയായ 2 ദിവസങ്ങളിൽ ആക്രമണം, തുടർച്ചയായ വെള്ളിയാഴ്ചയും പിന്നീട് ഇന്നലെയും ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ 2 തവണ മനുഷ്യന് നേരെ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഇത് മനുഷ്യരെ ആക്രമിക്കുന്ന ആളെ കൊല്ലി കടുവയാണ് എന്ന
നിഗമനത്തിലേക്ക് എത്തുന്നതും അങ്ങനെ ഈ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് CCF നൽകുന്നതും ആ ഉത്തരവിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സന്നാഹവുമായി ഇന്ന് രാവിലെ തൊട്ട് ദൗത്യ സംഘവും RRT സംഘവും ഒക്കെ ഇറങ്ങിയിരുന്നു പല മേഖലകളിലായി. അവർ വലിയൊരു ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ ഈ കടുവയെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോഴും അത് വിശ്വാസം വന്നിട്ടില്ല. അവർ ഇപ്പോഴും പറയുന്നത് ഇത് നരഭോജി കടുവയാണ്.